കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥനയോട് നമുക്ക് ഇന്നത്തെ വചന പഠനത്തിലേക്ക് വരാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ് ഇനി നമുക്ക് ധ്യാനിക്കാനുള്ളത്. 8-ാമത്തെ വാക്യം വരെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചു. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ നാം ഓരോരുത്തരും എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു വിശദീകരണം നമുക്ക് കർത്താവ് നൽകി. അത് സസൂക്ഷ്മം പഠിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. ഈ കാലങ്ങളിൽ നമ്മൾ ആയിരിക്കേണ്ടത് സുബോധത്തോടെയാണ്. സുബോധത്തോടെ ആയിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പറയുന്നു, സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കവചം ധരിച്ചുകൊണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ രക്ഷയുടെ പ്രത്യാശ നമ്മുടെ ശിരസ്ത്രമായിട്ട് ഇരുന്നുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സുബോധമായിരിക്കേണ്ടത് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പ്രബോധിപ്പിച്ചുറപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഭാഗങ്ങളൊക്കെ പഠിച്ചു. ഇവിടെ സുബോധമായിരിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം കൂടി നമുക്കൊന്ന് പരിശോധിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും വ്യക്തത നമ്മൾ തിരുവഴുത്തിൻ്റെ ആഴങ്ങളിലൂടെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പരിശോധിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഞാൻ ആ ഭാഗത്തേക്ക് ഇനി പോകുന്നില്ല. പക്ഷേ ഇതൊക്കെ ധരിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ഇരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുബോധത്തോടുകൂടി ഇരിക്കണം. വിശ്വാസവും പ്രത്യാശയും രക്ഷയുടെ ശിരസ്ത്രവും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സുബോധത്തോടെ ഇരിക്കണം. എന്താ ഈ സുബോധത്തോടെ ഇരിക്കണമെന്ന് എടുത്തു പറയുന്നതിൻ്റെ കാര്യം? സുബോധത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം നിങ്ങളെ ഓർപ്പിച്ചായിരുന്നു. അടുത്ത ആഴ്ച പഠിക്കേണ്ട ഭാഗത്തു നോക്കി എന്ത് ചെയ്യും, ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സുബോധം എന്താ? സുബോധത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്ന ബൈബിൾ വാക്യങ്ങൾ പറയാമോ? സുബോധത്തെക്കുറിച്ച് നിങ്ങൾ പെട്ടെന്ന് വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ പണ്ട് എപ്പോഴെങ്കിലും കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നുണ്ടോ? പറഞ്ഞേട്ടെ. അതെ, നമുക്കറിയാം 2 പുത്രന്മാരുള്ള ഒരു പിതാവിൻ്റെ കഥ കർത്താവ് പറയുന്നുണ്ട്. ഒരുവൻ അപ്പൻ്റെ വിഹിതമെല്ലാം മേടിച്ച് സകലതും നശിപ്പിച്ച് അവസാനം പന്നികളുടെ വാളവരെ തിന്ന് ജീവിക്കേണ്ട ഒരു ഗതിയിലെത്തുകയും അവന് അപ്പനെയും കുടുംബത്തെയും എല്ലാം വിട്ട് തനിക്ക് കിട്ടാനുള്ളത് വാങ്ങി ദൂർത്തടിച്ച് തൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു പോയനാ. അവസാനം പട്ടിണിയായി അങ്ങേ അറ്റം വന്നപ്പോൾ അവനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന അവന് അപ്പനെക്കുറിച്ചുള്ള ഭവനത്തെക്കുറിച്ചുള്ള സുബോധം വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അനേക കൂലിക്കാർ തിന്ന് ശേഷിപ്പിച്ച് കളയുന്നുണ്ട്. ഈ കൂലിക്കാരുടെ ഇവരുടെ കൂട്ടല്ല വാളവരെ തിന്നിട്ട് വയറ് നിറയ്ക്കാൻ പോലും ഈ പന്നികളുടെ ഉടമസ്ഥൻ എന്നെ അനുവദിക്കില്ല. പന്നിയെ തീറ്റാണല്ലോ പണി. അപ്പോൾ പന്നിയെ തീറ്റിയിട്ട് അതിന് കൊടുക്കുന്ന വാളവരയുടെ ഒരു ഇത്തിരി എടുത്ത് തിന്നാൻ പോലും അയാൾ അനുവദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ അപ്പൻ്റെ വീട്ടിലെ കൂലിക്കാരോട് എൻ്റെ അപ്പൻ കാണിക്കുന്ന മനോഭാവം, എൻ്റെ അപ്പൻ ആ കൂലിക്കാരോട് കാണിക്കുന്ന മനോഭാവം ഓർത്തപ്പോൾ ഇവന് സുബോധം വന്നു. അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ബോധം വന്നു എന്ന് പറയുന്നൊരു വേദഭാഗം നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം എനിക്ക് തോന്നുന്നു 15-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു അവിടെ ഉണ്ട്. ഇനി വേറെ ആരുടെയും ഓർമ്മയിൽ വേറെ ഏതെങ്കിലും വാക്യമുണ്ടോ സുബോധത്തെക്കുറിച്ച്? പറഞ്ഞു, ഡാലിസൗരി പറഞ്ഞു, സുബോധത്തെക്കുറിച്ച് ഓർമ്മ വരുന്ന വാക്യം പറഞ്ഞു. ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. സുബോധത്തെപ്പറ്റി വേറെ ഒരു വേദവസ്തുവില്ല, ഒരാൾ മാത്രമേ ഒരു വാക്യം ഓർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ലെന്ന് ചുരുക്കം. വീട്ടിൽ പോയി പുസ്തകം അടച്ചു വെച്ച് നിങ്ങൾ നിങ്ങളുടെ ലോകത്ത് ജീവിച്ചു. ഒരന്വേഷണം പോലും നിങ്ങളുടേതായ ഭാഗത്തുനിന്ന് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അടിസ്ഥാനം. നമ്മൾ വേദപുസ്തകം വായിച്ച് വിടുകയല്ല ചെയ്യേണ്ടത്. ചിലർ വേദപുസ്തകം വായിക്കുന്നത് എന്താ പറയണ്ടേ, അവർ ഒരു ചടങ്ങിന് വചനം വായിക്കണം, ബൈബിൾ വായിക്കണം, ബൈബിൾ വായിച്ചാലുള്ള ഗുണം എന്താ? ബൈബിൾ വായിച്ചാലുള്ള ഗുണം പറയാമോ? എന്തിനാണ് ബൈബിൾ വായിക്കുന്നത്? ദൈവത്തിൻ്റെ ഹിതത്തെ ഗ്രഹിക്കാൻ. പക്ഷേ നമ്മുടെ കൂട്ടായ്മയിലൊക്കെ മിക്കയിടത്തും എന്നാ ധരിക്കുന്നറിയോ, വേദപുസ്തകം വായിച്ചാൽ വീടിന് ഐശ്വര്യം വരുന്നു. സന്ധ്യയാകുമ്പോൾ വേദപുസ്തകം എടുത്ത് വായിക്കണം പിള്ളേരെ എന്ന് പറഞ്ഞ് അപ്പനും അമ്മയും എന്ത് ചെയ്യും? പിള്ളേരെ കൊണ്ട് ബൈബിൾ വായിപ്പിക്കുമ്പോൾ പിള്ളേരുടെ മനസ്സിലെ ധാരണയല്ല. വൈകുന്നേരങ്ങളിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം, വൈകുന്നേരങ്ങളിൽ വിളക്ക് കത്തിച്ച് നാമം ജപിക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ വീടിന് എന്തുണ്ടാകുന്നു? ഐശ്വര്യം ഉണ്ടാകും. പഴയ കാലത്ത് പ്രായമുള്ളവർ വീട്ടിലുള്ളവരോട് പറഞ്ഞാൽ അന്ത്യമായ ഇവിടെ വിളക്ക് കത്തിയുമില്ല, പ്രാർത്ഥനയില്ല, വേദപുസ്തക വായനയില്ല, ചുമ്മാ അല്ല കുടുംബം മുടിയുന്നേ. അപ്പോൾ ഇനിയും വേദപുസ്തകം വായിക്കുന്നത് എന്തിനാ? കുടുംബം മുടിയാതിരിക്കാൻ, കുടുംബം നശിക്കാതിരിക്കാൻ. ഈ ഒരു പൊതുധാരണയാണ് പൊതുവിലേ നമ്മുടെ സമൂഹത്തിലുള്ളത്. മിക്ക വിശ്വാസികളും, അത് ഹിന്ദുക്കളായിക്കോട്ടെ ക്രിസ്ത്യാനികളായിക്കോട്ടെ, സന്ധ്യയാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്നുള്ളത് ഭയങ്കര നിർബന്ധം. സന്ധ്യയാകുമ്പോൾ കൈകൊട്ടി പ്രാർത്ഥന, ആരാധന. ഇപ്പോഴും പറയും, ഇപ്പം വീടുകളിലൊന്നും പ്രാർത്ഥന ആരാധനയൊന്നുമില്ല, TV ഓൺ ചെയ്ത് വെച്ചിരിക്കുക എന്നൊക്കെ പറയുന്ന പരിഭവം കേട്ടിട്ടില്ലേ? ഓക്കെ, പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന എന്തിനാ? അപ്പം ബൈബിൾ വായിക്കുന്ന എന്തിനാ? ഇതൊക്കെ ഈ പരാതി പറയുന്നത് എപ്പോഴെന്നറിയോ? ഇപ്പോൾ വീടുകളിൽ പ്രാർത്ഥനയൊന്നുമില്ല, എല്ലാം TV ഓൺ ചെയ്ത് വെച്ചിരിക്കുക, വേദപുസ്തക വായനയില്ല, സന്ധ്യയ്ക്ക് പ്രാർത്ഥനയില്ല, സന്ധ്യ നമസ്കാരമില്ല. എപ്പോഴാണ് ഈ സങ്കടം പറയേണ്ടി വരുന്നതെന്ന് അറിയാമോ? വീട്ടിൽ അലോഗ്യം ഉണ്ടാകുമ്പോഴാണ് കാരണവർ ഇത് പറയുന്നത്.
വീട്ടിലൊരു സ്വസ്ഥത ഇല്ലാതെ വരുമ്പോഴാണ് കാരണവന്മാർ ഈ കാര്യങ്ങൾ ഈ പരാതി പറയുന്നത്. കടം കയറി അങ്ങേ അറ്റം പറ്റുക. അപ്പോഴാണ് വീട്ടിലുള്ള കാരണവന്മാർ പറഞ്ഞത് ഇമ്മ ആണോ വീട് ഗതി പിടിക്കാത്തേ. അപ്പോൾ വീട്ടിലുള്ള പിള്ളേരുടെ മനസ്സിൽ എന്താ വരുന്നത്, കുഞ്ഞുങ്ങളുടെ തലയിൽ എന്താ വരുന്നത്? പ്രാർത്ഥിക്കുന്നതും നാമം ജപിക്കുന്നതും സന്ധ്യ നമസ്കാരം ചൊല്ലുന്നതും ഈ പറയുന്ന വേദപുസ്തകം വായിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? വീട്ടിൽ അലോഹ്യം മാറാൻ. ആ ധാരണയാണ്. അതാണ് എല്ലാവർക്കും പറ്റുന്നൊരു പരാജയം. അപ്പോൾ വീട്ടിൽ ബൈബിൾ വായിച്ചില്ലെങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിലും സന്ധ്യ നമസ്കാരം ചൊല്ലിയില്ലെങ്കിലും അലോഹ്യമൊന്നും ഇല്ലാതിരിക്കുകയും എന്തിന് സമാധാനവും സന്തോഷവും കൊണ്ടങ്ങ് നിറയുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ വേദോത്സവത്തിൻ്റെ ഒന്നും കാര്യം തന്നെ നമുക്കില്ലല്ലോ എന്ന് പറയുന്നൊരു സ്ഥിതിയിലെത്തും. അപ്പോൾ കച്ചവടക്കാരെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അവരാളുകളെ ഉണർത്താൻ നോക്കുന്നു. ഞാനും കുറേ നാൾ കച്ചവടക്കാരനായിട്ട് നടന്നില്ല, വണ്ടിയുടെ ഓൺ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്കറിയാം. അപ്പോൾ നോക്കിയേ, നമ്മൾ തിരുവെഴുത്ത് വായിക്കുന്നത് എന്തിനാണ്? തിരുവെഴുത്തിലാണ് ദൈവത്തിൻ്റെ ഹിതം കിടക്കുന്നത്. നമ്മളിത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഹിതം അറിയാൻ, ദൈവത്തിൻ്റെ മനസ്സറിയാൻ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കാനായിട്ടാണ്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാനാണ്. ഈ തിരുവെഴുത്തുകളിലൂടെയാണ് നമുക്ക് ആശ്വാസം ലഭിക്കുക. അത് വീട്ടിൽ സമൃദ്ധിയും ഐശ്വര്യവും വരാനൊന്നുമില്ല. വീട്ടിൽ സമൃദ്ധി നഷ്ടപ്പെട്ടാലും ശരി, ഐശ്വര്യം നഷ്ടപ്പെട്ടാലും ശരി, എനിക്ക് ദൈവത്തെക്കുറിച്ചറിയണം, എനിക്ക് ദൈവത്തിൻ്റെ മനസ്സറിയണം, ദൈവത്തിൻ്റെ ഹിതം അറിയണം എന്ന മനോഭാവമാണ് വാസ്തവത്തിൽ നമുക്കുണ്ടാകേണ്ടത്. ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കാൻ ദൈവം സ്വർഗത്തിൽ നോക്കുന്നൊക്കെ വേദോസ്തവത്തിലുണ്ടല്ലോ. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് സത്യത്തിൽ ബുദ്ധിമാൻ. ദൈവത്തെ അന്വേഷിക്കണം, എവിടെ പോയി അന്വേഷിക്കണം? വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ആ നമ്മുടെ ഇടയിൽ പാർത്തവനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വചനങ്ങളിലൂടെ പോയെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്, അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനം പഠിക്കുന്നത്. ഈ വചനം പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു പഠനത്തോടുള്ള ഒരു ത്വരയുണ്ടാണ്. നമ്മൾ പഠിക്കുമ്പോൾ ഒരു അന്വേഷണം. പഠനം എന്ന് പറയുന്നത് അതാണല്ലോ അല്ലേ? നമ്മളൊക്കെ ഈ പ്രായമുള്ളവർ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർ പഠിക്കുന്ന പഠിത്തമല്ല ഇപ്പോഴത്തെ പിള്ളേർ പഠിക്കുന്നത്. മനസ്സിലായ വ്യത്യാസമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ആയിപ്പറയ്ക്കുന്ന ചെമ്പരുന്തേ നീയുണ്ടോ മാമാങ്ക വേല കണ്ടോ, 1ാം ക്ലാസ്സിലങ്ങോട്ട് പഠിച്ചല്ലേ? ഇപ്പോഴും കാണാൻ അറിയാം നമുക്ക്. ഓർമ്മയില്ലേ? അത് നമ്മളെങ്ങനെ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? അന്ത്യാമ്പരായി പറയ്ക്കുന്ന ചെമ്പരുന്തേ നീയുണ്ടോ മാമൻ്റെ വേല കണ്ടോ 100 പ്രാവശ്യം പറയും. അങ്ങനെ പറഞ്ഞ് പറഞ്ഞാൽ നമ്മൾ സാധനം ചെയ്തേ. നമ്മൾ കാണാൻ പഠിച്ചേ, അങ്ങനെയല്ലയോ? നമ്മളങ്ങനെ കാണാൻ പഠിച്ചേ. ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെ ഉരുവിട്ട് പഠിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ പിള്ളേരെ അങ്ങനെ ഉരുവിട്ട് പഠിക്കുന്നില്ല. ഇപ്പോൾ പിള്ളേരെ പഠിപ്പിക്കുന്ന രാഗി പറക്കുന്ന ചെമ്പരുത എന്ന് പറഞ്ഞാൽ ഈ പറക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പിള്ളേരെ പഠിപ്പിക്കുക. പിള്ളേർ വെളിയിൽ പോയി പരുന്ത് പറക്കുന്നത് കാണുക, പരുന്ത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക, പരുന്ത് പറക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ചിറകിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പഠന രീതി. പണ്ടതുപോലെ ഉണ്ടോ? അതെന്താണെന്നൊന്നും അറിയണ്ട, അതൊക്കെ കാണാപ്പാടം പഠിച്ചാൽ മാത്രം മതി. പരീക്ഷയ്ക്ക് അതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതിയായിരുന്നു. ഇതായിരുന്നു നമ്മുടെ പഴയ ശൈലി. ഇപ്പോൾ മനുഷ്യൻ കുറച്ചുകൂടെ വിവരമായി, കുറച്ചുകൂടെ അറിവ് കയറിയപ്പം ആ പഠനം കൊണ്ടൊരു പ്രയോജനമില്ല. ഒരു വിഷയം പഠിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെക്കുറിച്ചൊരു നിരീക്ഷണം നടത്തി അതിനെക്കുറിച്ച് സ്വയം ഒരു പഠനം നടത്തണം. തന്നെത്താനൊരു പഠനം നടത്തിയിട്ട് വന്ന് ക്ലാസ്സുകളിൽ അവതരിപ്പിക്കണം. ഇന്ന് പഠിപ്പിക്കുന്ന സാധനം കാണാതെ പഠിച്ചോ എന്ന് പറഞ്ഞ് എന്നിട്ട് ഇന്ന് പറഞ്ഞ് കേൾപ്പിച്ചാട്ടേ എന്ന് പറഞ്ഞ് കാണാതെ പഠിച്ചോ എന്നുള്ള ചോദ്യമല്ല വരുന്നത്. ഇന്ന് ആ പഠിക്കാൻ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു അസൈൻമെൻറ്റ് എഴുതാനാണ് പറഞ്ഞത്. നീ പരുന്തിനെക്കുറിച്ച് ഒരു അസൈൻമെൻറ്റ് എഴുത്, അല്ലെങ്കിൽ പറക്കുന്ന പക്ഷികളെക്കുറിച്ച് ഒരു അസൈൻമെൻറ്റ് എഴുത്. ഇങ്ങനെ ഇപ്പോഴത്തെ പഠന രീതി മനസ്സിലാകുന്നുണ്ടോ? അതാണ് വേണ്ടത്, അതാണ് ശരി. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 10ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ പറയുന്ന 9ാം വാക്യം 8ാം വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചം ധരിച്ചുകൊണ്ട് രക്ഷയുടെ പ്രത്യാശയും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. നമ്മളും അതുകൊണ്ട് അതെന്താണെന്നുള്ളതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് പഠിക്കുകയാണ് ചെയ്തു വരുന്നത്. അത് കാണാപ്പാടം പഠിക്കുകയല്ല. 1 തെസ്സലോനിക്ക ലേഖനം 5ാം അധ്യായത്തിലെ 8ാം വാക്യം പറഞ്ഞേ, അപ്പോൾ എണ്ണീറ്റുന്നത് കാണാപ്പാടം പറഞ്ഞ് കേൾപ്പിച്ചിരിക്കുന്ന കുട്ടികളെ പോലെ ആയിത്തീരാനല്ല, മറിച്ച് ആ 8ാം വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ആഴമെന്താണ്, ആ വാക്യത്തിലൂടെ എന്താണ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ തേജസ് എന്താണ്, അതിൻ്റെ ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകളുണ്ട് മനുഷ്യരോട്, കാര്യങ്ങളൊക്കെ വിശദമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുബോധമായിരിക്കുക എന്ന വാക്ക് പഠിക്കുമ്പോഴും ആ സുബോധമായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്, സുബോധത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷണം നടത്തണം. ഇങ്ങനെ ആയിരിക്കണം ഓരോ ദിവസവും വചനം പഠിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ ഹിതവും മനസ്സും കൃത്യമായി തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. ഓക്കെ, ഞാൻ നിങ്ങളോട് വാക്യം പറയാം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2ാം ലേഖനം, നമ്മളിപ്പോൾ പഠിക്കുന്ന 1ാം ലേഖനമാണ്. 2ാം ലേഖനത്തിൻ്റെ 2ാം അധ്യായത്തിൻ്റെ 2ാം വാക്യം വായിച്ചു.
അവിടെ പറയുന്നു കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്നുള്ള ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടി. അപ്പോൾ അവിടെയും ഒരു സുബോധം എഴുതിയിട്ടുണ്ട്. അപ്പോൾ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടി. അപ്പോൾ സുബോധത്തിലുള്ളവൻ്റെ സുബോധം നഷ്ടപ്പെടും. സുബോധം വിട്ടുകളയുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. സുബോധം വിട്ടുകളയുന്ന ആരാ സുബോധം വിട്ടുകളയെന്നറിയാവോ? സുബോധമുള്ളവനാണ് സുബോധം വിട്ടുകളയാൻ പറ്റുന്നല്ലേ? സുബോധം ഇല്ലാത്തവന് സുബോധം വിട്ടാൻ പറ്റുമോ? സുബോധമുള്ളവൻ അവൻ്റെ സുബോധത്തിന് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് വാക്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ സുബോധത്തിലിരിക്കുന്നവർ സുബോധം നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. നമ്മൾ മുമ്പേ സുജ പറഞ്ഞു, ആ മുടിയനായ പുത്രൻ എന്നാണ് വേദോത്സവത്തിൽ എല്ലാവരും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്, ബൈബിൾ പഠിതാക്കളെല്ലാം. മുടിയനായ പുത്രൻ എന്ത് പറഞ്ഞു? സുബോധം വന്നിട്ട് അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർമ്മ വന്നല്ലേ? അപ്പോൾ സുബോധം അവന് നേരത്തെ അവനറിയാം, അവനൊരു അറിവുണ്ടായിരുന്നു. ആ അറിവ് എന്തുവാ? അവൻ്റെ അപ്പൻ്റെ വീട്ടിലെ അവൻ്റെ അപ്പൻ്റെ സവിശേഷതകൾ, അവൻ്റെ അപ്പൻ്റെ വീടിൻ്റെ പശ്ചാത്തലങ്ങൾ, അപ്പൻ്റെ സ്വഭാവം, അപ്പൻ്റെ സ്നേഹം, അപ്പൻ്റെ കരുതൽ, അപ്പൻ്റെ സംരക്ഷണം എല്ലാം അത് നന്നായി അറിയാം. പക്ഷേ അതെല്ലാം അവൻ എന്ത് ചെയ്തെന്നറിയാമോ? നഷ്ടപ്പെടുത്തിയിട്ടാണ് ലോകത്തിൻ്റെ ആശയങ്ങളിലേക്ക്, കൂട്ടുകാരുടെ ആശയങ്ങളിലേക്ക്, മറ്റുള്ളവരുടെ ആശയങ്ങളിലേക്ക്, ലോകം തരുന്ന സുഖങ്ങളിലേക്ക്, ലോകം തരുന്ന സന്തോഷങ്ങളിലേക്ക് അവൻ പോയി അങ്ങേ അറ്റം പോയി. അപ്പോഴത്തേക്ക് ഇവൻ എന്ത് നഷ്ടപ്പെട്ടു പോയി? സുബോധം പതിയെ അവന് പോയി. സുബോധം നഷ്ടപ്പെട്ടു. ഇനി അവസാനം പണ്ട് ആരോ പറഞ്ഞ പോലെ ഈ പന്നി എന്ന് പറയുന്ന മൃഗം അത് മേളോട്ട് നോക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? അതിൻ്റെ പെടലിക്ക് വെട്ട് വീഴുമ്പോഴാണെന്നാണ് കേൾക്കുന്നത്. അത് ഞാൻ കുറേ ചിന്തിച്ച് അതെന്താ അങ്ങനെ പെടലിക്ക് വെട്ട് വീഴുമ്പം? അപ്പോഴാണ് മനസ്സിലായി പണ്ടൊക്കെ പന്നിയെ പിടിക്കുന്നവർ പന്നിയെ വേട്ടയാടി പിടിച്ചു കഴിഞ്ഞാൽ ഇതിനെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നറിയോ? പന്നിയെ എടുത്തുകൊണ്ട് പോകുന്നത് ഇന്നത്തെ കൂട്ട് പെട്ടിവണ്ടിയൊന്നുമില്ല. അത് 4 കാല്, ആദ്യം ഫ്രണ്ടിലെ 2 കാലും കൂടെ കൂട്ടിക്കെട്ടും, പുറയിലത്തെ 2 കാലും കൂടെ കൂട്ടിക്കെട്ടും. എന്നിട്ട് ഈ കാലുകളുടെ ഇടയിൽ കൂടെ ഒരു കമ്പ് കയറ്റിയിടും. എന്നിട്ട് ഈ കമ്പ് അങ്ങ് പോക്കുന്നുണ്ടെങ്കിൽ പന്നി എങ്ങോട്ടിരിക്കും? തല. അപ്പോഴേ പന്നി ആകാശം കാണത്തുള്ളതാണ്. മനസ്സിലായോ? നല്ല വെട്ട് കിട്ടുമ്പോഴാണ് ചിലർ മേളോട്ട് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവൻ വാളവരെ തിന്നാൻ കിട്ടാതെ വന്നപ്പോഴാണ് ഇവരെന്ത് ചെയ്ത് അപ്പൻ്റെ വീടിനെ കുറിച്ചുള്ള സുബോധം വന്നത്. എന്നാൽ ഇവിടെ തെസലോനിക്ക സഭയ്ക്ക് 1-ാം ലേഖനം എഴുതി. ആ 1-ാം ലേഖനത്തിൽ പറഞ്ഞ് നിങ്ങൾ എങ്ങനെ ഇരിക്കണം? സുബോധമുള്ളവരായിരിക്കണം. എങ്ങനെയൊക്കെയാണ് സുബോധമുള്ളവരായിരിക്കേണ്ടതെന്ന് പറഞ്ഞു. 2-ാം ലേഖനം വരുമ്പോൾ പറയുക, ഈ ഉള്ള സുബോധം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചോണം. കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നുവെന്ന് വെച്ച് വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയതുപോലെ തോന്നിപ്പിക്കും. ഞങ്ങൾ പറയുന്ന വാക്കിൻ്റെ അറ്റമൊക്കെ പിടിച്ച് ഭയങ്കര വിശദീകരണ പ്രസംഗങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരുമ്പോൾ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്? സുബോധം. അപ്പോൾ ഈ വല്ല വാക്കുകളും ഉപദേശങ്ങളും തരുമ്പോൾ സുബോധം നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. വല്ല വാക്കുകളും ആശയങ്ങളും വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടും? സുബോധം നഷ്ടപ്പെടും. 1-ാം തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് എന്താ പറഞ്ഞേ? നിങ്ങൾ സുബോധമുള്ളവരായി ഇരിക്കുക. എങ്ങനെ സുബോധമുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞേ? നിങ്ങൾ വിശ്വാസവും സ്നേഹവും എന്ന കവചം ധരിച്ചുകൊണ്ട്, രക്ഷയുടെ പ്രത്യാശയായി ശിരസ്ത്രം ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. അവിടെ പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് തെസ്സലോനിക്ക ലേഖനത്തിൽ അറിയാം, അത് പറയുന്ന സാഹചര്യം എപ്പോഴാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ അവരോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കാനായിട്ട് പോകും. ഇത് അന്ത്യകാഹളനാദത്തിങ്കിലാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ യാത്ര നമ്മുടെ പിതാവിൻ്റെ അടുക്കലേക്കാണ്. പിതാവിൻ്റെ അടുക്കലേക്ക് നമ്മൾ പോകും എന്നുള്ള കാര്യം ഹൃദയത്തിൽ ഉറപ്പിക്കുക. അതിന് നമ്മൾ മരിച്ചാലും പോകും, ജീവിച്ചിരുന്നാലും പോകും. മരിച്ചാൽ നമ്മൾ ആദ്യം കർത്താവിൻ്റെ കാഹളം മുഴക്കുമ്പോൾ മരിച്ചവരായിരിക്കും ആദ്യം ഉയർക്കുന്നത്. ജീവിച്ചിരിക്കുന്നവർക്ക് രൂപാന്തരം പ്രാപിച്ചിട്ടായിരിക്കും അങ്ങോട്ട് എടുക്കപ്പെടുക. ഇക്കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് 5-ാം അധ്യായത്തിൽ വീണ്ടും വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിലുള്ള മറ്റു മനുഷ്യരെ പോലെ ആകല്ല് കേട്ടോ. കാരണം അവർക്ക് കർത്താവിനെ കുറിച്ച് ഒരു ധാരണയുമില്ല. അവർ കർത്താവിനെ പറ്റി അറിയുന്നേയില്ല. കർത്താവിൻ്റെ പ്രത്യക്ഷത അവർക്ക് എങ്ങനെയായിരിക്കും അറിയാമോ? കള്ളൻ രാത്രി വരുന്ന പോലെ ആയിരിക്കും അവർക്ക് കർത്താവിൻ്റെ പ്രത്യക്ഷത വരുന്നത്. കാരണം അവർ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അവരുടേതായ ലോകത്തിൽ ഇങ്ങനെ തിന്നു കുടിച്ച് ജീവിക്കുക. നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങൾ സുബോധത്തോടെ ഇരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും കർത്താവിൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനത്തെക്കുറിച്ചും കർത്താവിലുള്ള നമ്മുടെ അവസ്ഥയെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ചും കർത്താവിൻ്റെ കരുതൽ മുമ്പേ പറഞ്ഞ മുടിയനായ പുത്രൻ അപ്പൻ്റെ അടുക്കൽ അനുഭവിച്ച സന്തോഷങ്ങളും സുഖങ്ങളും
അപ്പൻ്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന ആ സുരക്ഷിതത്വ ബോധങ്ങളെക്കുറിച്ച് അവനൊരു അനുഭവം ഉണ്ടായിരുന്നതുകൊണ്ട് ഓർമ്മ വന്നു. ഇവിടെ ഇതാ പൗലോസ് അപ്പോസ്തലൻ ആ അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ രൂപാന്തരം പ്രാപിച്ച് അവനോടൊത്ത് ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. അതുമാത്രം അവനെ എതിരേൽക്കാൻ എടുക്കപ്പെടുന്നതോട് മാത്രമല്ല, എല്ലാ കാലത്തും നിങ്ങൾ പിന്നീട് എന്തായിരിക്കും? കർത്താവിനോടൊത്ത് തന്നെ ആയിരിക്കും. ഇങ്ങനെ നാം എപ്പോഴും അവനോടുകൂടെ ജീവിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ഈ ആശയം ഹൃദയത്തിൽ നിലനിൽക്കുന്ന അവസ്ഥയ്ക്കാണ് സുബോധം എന്ന് പറയുന്നത്. മനസ്സിലായി? ഈ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന സ്ഥിതിക്കാണ് എന്ത് പേര് പറയണേ? സുബോധം എന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്രത്യാശ നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടെന്നറിയാമോ? സുബോധം നഷ്ടപ്പെടും. സുബോധം നഷ്ടപ്പെട്ടവൻ്റെ സ്വഭാവമാണ് മറ്റേ ചെറുപ്പക്കാരൻ കാണിച്ചത്. ലോകം സമ്മാനിക്കുന്ന ആശ്വാസത്തിൻ്റെ പുറകെ ഓടും. സുബോധവും ഉറപ്പും നഷ്ടപ്പെട്ടവൻ പിന്നെ ആരെങ്ങോട്ട് വിളിച്ചാലും എന്ത് ചെയ്യും? ഓടിപ്പോകും. അതാണ് അവസ്ഥ. ഈ മുടിയനായ പുത്രൻ്റെ സ്ഥിതി ഇതാ. അവന് സുബോധം നഷ്ടപ്പെട്ടിരുന്നു. അവൻ എന്ത് ചെയ്തു? കൂട്ടുകാർ വിളിക്കുന്നിടത്തെല്ലാം അവിടെ പോയാൽ ഇന്ന സുഖം കിട്ടും, ഇവിടെ പോയാൽ ഇന്നത് കഴിക്കാം, ഇവിടെ പോയാൽ ഇന്ന സ്വാതന്ത്ര്യമുണ്ട്, ഇന്നും പലരും കൂട്ടായ്മയുടെ കാര്യത്തിലും ഇങ്ങനെയാണ്. പല കൂട്ടായ്മകളിലേക്ക് ആളുകൾ ഓടുന്നു കണ്ടിട്ടില്ലേ? പലരും കൂട്ടായ്മകളിൽ പോകുന്നത് എന്തിനാണ്? നിങ്ങൾ വേണം ചോദിച്ചു നോക്കി. ഓരോരുത്തരും ഓരോ കൂട്ടായ്മയുടെ വർണ്ണന പറയും. ഞങ്ങളുടെ കൂട്ടായ്മയിൽ കഴിഞ്ഞ ആഴ്ച ഭയങ്കര വിടുതലായിരുന്നു. 2 കാലും തളർന്നു പോയ ഒരു അമ്മച്ചി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ചർച്ചിനകത്ത് ദൈവദാസൻ കൈവച്ചെന്ന് പ്രാർത്ഥിച്ചതുള്ളൂ. അമ്മച്ചി ചാടി എഴുന്നേറ്റു. അയ്യോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കാലിൻ്റെ സുഖം കിട്ടാൻ വേണ്ടി അങ്ങോട്ട് പോകാം. ചട്ട് മാറ്റുന്ന പാസ്റ്ററുടെ അടുക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അവർ പോവുക. അല്ലെങ്കിൽ വിസ തടസ്സം, അല്ലെങ്കിൽ മക്കളില്ല, അല്ലെങ്കിൽ കഷ്ടങ്ങൾ. ഇപ്പോഴത്തെ സ്ഥിതി മുഴുവൻ അതാ. കഷ്ടങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും നീക്കുന്ന അവസ്ഥകൾ എവിടെ കിട്ടുമോ ആ അവസ്ഥകൾ തേടിയാണ് ആളുകൾ ഓടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ ജീവിതം സുഖപരമാക്കി തീർക്കാൻ, സന്തോഷപൂർണ്ണമാക്കി തീർക്കാൻ, സമാധാനപൂർണ്ണമാക്കി തീർക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ഉള്ളത്തിൽ വരുന്ന മോഹങ്ങൾ. ഇതന്നെയാണ് മുടിയനായ പുത്രനും പറ്റുന്നത്. ആ മോഹങ്ങളെല്ലാം ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? നേരെ ആ വഴിയിലേക്ക് ഓടാൻ തുടങ്ങി. അവൻ എന്തു മറന്നു? അപ്പൻ്റെ കരുതൽ മറന്നു, അപ്പൻ്റെ സ്നേഹം മറന്നു. എന്നിട്ട് അവൻ്റെ ആവശ്യങ്ങൾ, അവൻ്റെ നീഡ്സ്, അതെവിടെ? ആ ആവശ്യങ്ങൾ എവിടെ പൂർത്തീകരിക്കപ്പെടും? അവൻ്റെ ജഡത്തിൻ്റെ ആവശ്യങ്ങളുടെ പുറകെ അവൻ ഓടി. അവസാനം പൂർത്തീകരിക്കപ്പെട്ടോ? അവനെന്നും നിരാശയാ. ഒരിക്കലും ജഡത്തിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല. ജഡത്തിൻ്റെ ചിന്ത മരണമെന്നൊരു വാക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആത്മാവിൻ്റെ ചിന്തയോ? ജീവനും. അതെന്താ അങ്ങനെ? ഇതിനകത്തൊരു പ്രത്യേകത എന്നറിയോ? കർത്താവ് പറഞ്ഞൊരു വാക്കൂടെ ഞാൻ പറയാം, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ പ്രത്യേകത മനസ്സിലാവും. കർത്താവ് ഒരിക്കൽ ശമരിയ സ്ത്രീയോട് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവർക്ക് വീണ്ടും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ അത് ജീവങ്കിലേക്കുള്ള നീരുറവയാണ്. അതിൻ്റെ വ്യത്യാസം മനസ്സിലായോ? അതായത് ലോകം തരുന്ന ആശ്വാസം ഒരിക്കലും മനുഷ്യനിൽ തൃപ്തി തരില്ല. ലോകത്തിൽ നിങ്ങൾ പണം ഉണ്ടാക്കിക്കോ. ഇന്ന് നിങ്ങളുടെ പ്രശ്നം എന്താണ്? പണമാണോ? എന്നാൽ പണത്തിൻ്റെ പുറകെ വയ്ക്കോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പണത്തോടുള്ള തൃപ്തി തീരത്തില്ല. ഒരു പ്രശ്നം അതൊരുമാതിരി പരിഹരിച്ച് വരുമ്പോൾ അടുത്ത പ്രശ്നം, അടുത്ത പ്രശ്നം, അടുത്ത പ്രശ്നം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലേ? ഉണ്ട്. പണ്ടും നിങ്ങൾക്കില്ലായിരുന്നോ? ഉണ്ട്. എന്നാൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിയിട്ടുള്ളത്? അത് മാറിയിട്ടേ ഇല്ല. പണ്ട് ഇത്രയും ജീവിത സൗകര്യം ഉണ്ടായിരുന്നോ? ഇല്ല. പണ്ട് ഈ സൗകര്യങ്ങളൊന്നുമില്ല. അന്ന് ഇത്രയും കടബാധ്യത ഉണ്ടായിരുന്നോ? ഇല്ല. അന്ന് ഇത്രയും വരുമാനം ഉണ്ടായിരുന്നോ? ഇല്ല. ജീവിത സൗകര്യം കുറവായിരുന്നു, കടബാധ്യത കുറവായിരുന്നു, വരുമാനവും വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്നത്തെ അത്രയും പ്രശ്നങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഇന്ന് വരുമാനമോ? പണ്ട് ബിസിനസ്സുകാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, 14-ാമത്തെ വയസ്സിൽ, എത്രാമത്തെ വയസ്സിലാണ് പണിക്കിറങ്ങി? 14-ാമത്തെ വയസ്സിൽ പണിക്കിറങ്ങിയപ്പോൾ എത്ര രൂപ കൂലി കിട്ടിയത്? 15 രൂപ. എന്ന് പറഞ്ഞേ 15 രൂപ. ഇന്ന് നമ്മൾ ഭിക്ഷക്കാർക്ക് ഇട്ട് കൊടുക്കുന്നത് 15 രൂപ അല്ലേ? ടിപ്പ് കൊടുക്കുന്നത്, നമ്മളിപ്പോൾ ഹോട്ടലിൽ കഴിച്ച് ടിപ്പ് കൊടുക്കുന്നത് 20 രൂപ കൊടുക്കുന്നത്. അന്ന് 15 രൂപ ആയിരുന്നു. അന്ന് ബുദ്ധിമുട്ടുണ്ടില്ലെന്നല്ല. ഇന്ന് എത്ര കിട്ടുന്നതെന്നറിയോ? ഇന്ന് 1500. എത്ര ഇരട്ടിയായിരുന്നു കൂട്ടിക്കേ? എത്ര വർഷം കൊണ്ടാണ്? ഒരുപാട് വർഷമൊന്നുമില്ല. എത്ര വയസ്സായിക്കണം? 60 വയസ്സായില്ലല്ലോ. 59 വയസ്സ്. അപ്പോൾ 59 നിന്ന് ഒരു 14 കുറച്ചിട്ട് പുറമോട്ട് പോയി നോക്കിയാൽ മതി. അത്രയും വർഷമേ ആയിട്ടുള്ളൂ. ഒരു 10, 35 അല്ല 40 വർഷം മുമ്പ് ഉള്ള കാര്യമായി പറയുന്നത്. അപ്പോൾ ഈ പ്രായത്തിനോ അന്നും നമുക്ക് ഞെരുക്കമുണ്ട്. ഇന്ന് കൂലി നമ്മൾ കൂട്ടി ചോദിച്ചു ഇപ്പോഴും നമുക്ക് ഈ കൂലി തികയത്തില്ല. അതാ പ്രശ്നം. ഇപ്പോഴും നമുക്ക് കിട്ടുന്ന 1500 തികയുന്നുണ്ടോ? തികയത്തില്ല. ഇപ്പോഴും നമ്മുടെ ആവശ്യം എന്തുവാ? കൂലി എത്ര രൂപ വരെ കൂട്ടിയാലൊക്കും എന്ന് ഞാൻ ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് ഉത്തരം പറയുകയാണെന്നിരിക്കട്ടെ, ഒരു 2000 രൂപ ഡെയിലി കൂലി കിട്ടുകയാണെങ്കിൽ പ്രശ്നം തീരും എന്നൊരു തോന്നലുണ്ടെങ്കിൽ ശരി, നാളെ പോലെ നിനക്ക് 2000 പിടിച്ചോ. ഒരു മാസം കഴിഞ്ഞ് ഞാൻ ചോദിക്കും, പ്രശ്നം തീർന്നോ എന്ന്? തീരത്തില്ല. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ?
നമ്മുടെ കൂലി കുറയുന്നതല്ല നമ്മുടെ വിഷയം, കൂലി കൂടുന്നത് കൊണ്ട് നമ്മുടെ വിഷയം ഒട്ട് തീരാനും. അതായി ലോകത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. ദാഹിക്കുന്നു, വെള്ളം കുടിച്ച് ദാഹം മാറ്റാം. വെള്ളം കുടിച്ച് ദാഹം മാറിയവരുണ്ടോ? പിന്നെ ദാഹിക്കാറില്ലയോ? അതാ കർത്താവ്, നീ വെള്ളം കുടിക്കുന്നതിന് പിന്നെയും പിന്നെ, ഈ കൂലി മേടിക്കുന്നതിന് പിന്നെയും പിന്നെ ആവശ്യങ്ങൾ. പക്ഷെങ്കിൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ കൂടെ ചേർന്ന് നടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതവസ്ഥയിൽ എന്ത് സ്ഥിതിയിലാണോ ഇരിക്കുന്നത് അവൻ അതൊരു പ്രശ്നമാകില്ല. അവൻ ആ വിഷയത്തിൽ പൂർണ്ണ തൃപ്തനായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, യഹോവയുടെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. യഹോവയുടെ ഭക്തന്മാർക്കൊന്നും മുട്ടല്ലെന്ന് അതിൻ്റെ അർത്ഥം. അതാണ് ആത്മാവ് നടത്തുന്നതിൻ്റെ പ്രത്യേകത. ആത്മാവ് നടത്തുന്നവൻ ജീവനിലേക്കും സമാധാനത്തിലേക്കുമാണ്. ജഡത്തിൻ്റെ ചിന്ത അവനെ എങ്ങോട്ട് നടത്തും? അത് വീണ്ടും 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 ഇല്ലായ്മയിലേക്കാണ് കൊണ്ടുപോവുക. ഞാൻ പറഞ്ഞു വയ്ക്കുന്നതിൻ്റെ സാരാംശം, സുബോധം എന്ന വാക്കിൻ്റെ പ്രത്യേകത ആഴങ്ങൾ പരിശോധിച്ച് നമ്മൾ പോകുമ്പോൾ ശാശ്വതമായ സന്തോഷവും ഒരിക്കലും ദാഹിക്കാത്തൊരനുഭൂതിയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയുന്നത് സ്വർഗത്തിലെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവമാണ്. സ്വർഗത്തിലെ ദൈവത്തെ, നമ്മുടെ പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള പ്രത്യാശയും പിതാവിൻ്റെ അടുക്കലുള്ള നമ്മുടെ എന്താ പറയണ്ടേ, നമ്മുടെ ഉറപ്പും അവിടെ ഉണ്ടാകുന്ന നമുക്ക് അനുഭൂതികളുമാണ് വാസ്തവത്തിൽ നമുക്ക് ഏറ്റവും വലിയ സമാധാനം. നമ്മുടെ പുറമോട്ട് നമ്മൾ പരിശോധിച്ചാൽ ശരിക്കും നമ്മൾ കഷ്ടം അനുഭവിച്ചു തുടങ്ങിയ, പൈസയ്ക്ക് ബുദ്ധിമുട്ടി തുടങ്ങിയ, കഷ്ടം അനുഭവിച്ചു തുടങ്ങിയത് ഏത് പ്രായം മുതലാണെന്നറിയാമോ? നമ്മളൊക്കെ, മനസ്സിലായില്ല എൻ്റെ ചോദ്യം? നമ്മൾ വസ്ത്രത്തിനോ ആഹാരത്തിനോ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യത്തിനോ നമ്മൾ സ്വയം കഷ്ടം, ഞെരുക്കം, ബുദ്ധിമുട്ട് ഒക്കെ അനുഭവിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? ഒന്നാമത്തെ വയസ്സിലായിരുന്നോ? രണ്ടാമത്തെ വയസ്സിലായിരുന്നോ? വിവാഹശേഷം. അത് പറഞ്ഞ കറക്റ്റാ, സൗരി പറഞ്ഞ കറക്റ്റാ. വിവാഹശേഷമാണ് സൗരി അത് മനസ്സിലാക്കുന്നത്. അതുവരെ അത് മനസ്സിലായില്ല. കാര്യം എന്നറിയോ? അതുവരെ ഈ കാര്യങ്ങളെല്ലാം അപ്പൻ നടത്തിക്കൊണ്ടിരുന്നു, അല്ലേ? ഇപ്പോൾ എസ്തർ ഇത് മനസ്സിലാക്കത്തില്ല. കാരണം ഇപ്പോൾ എസ്തറിൻ്റെ ആവശ്യങ്ങളെല്ലാം ആര് നോക്കുന്നുണ്ട്? എസ്തറിൻ്റെ അപ്പനും അമ്മയും നോക്കും. ഉടുപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഉടുപ്പ് മേടിച്ച് കൊടുക്കും. അവിടെ ഫീസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഫീസ് കൊണ്ട് കൊടുക്കും. എസ്തറിനൊന്നും അറിയണ്ട. നാളെ എസ്തർ ഒറ്റയ്ക്കൊരു ജീവിതം തുടങ്ങും. അവിടെ മുതലാണ് എന്താ അറിയാൻ പോകുന്നത്, അല്ലയോ? അങ്ങനല്ലയോ? നമ്മൾ കുഞ്ഞായിരിക്കുമ്പം 1ലും 2ലും 3ലും 4ലും ഒക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ലായിരുന്നു. പള്ളിക്കൂടം വീട്ടിൽ കയറി വരുമ്പോൾ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കും. അമ്മ കഴിച്ചില്ലെങ്കിലും എന്ത് ചെയ്യും? എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കും, നമ്മൾ കഴിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഉത്തരവാദിത്വത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്തോ അനുഭവിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയം ഏതായിരുന്നു അറിയാമോ? കുഞ്ഞായിട്ട് അപ്പൻ്റെ അമ്മയുടെ അടുക്കൽ അങ്ങനെ ഇരിക്കുന്നതായിരുന്നു ഏറെ സുഖം. കാരണം എന്താണ്? അപ്പനും അമ്മയും നമ്മുടെ സമസ്ത കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യുമായിരുന്നു. നമുക്കൊന്നിനെക്കുറിച്ചും വേവലാതിപ്പെടണ്ടായിരുന്നു. അപ്പോൾ ഈ അപ്പൻ്റെ അടുക്കൽ ഒന്നിനെക്കുറിച്ചും വേവലാതിപ്പെടേണ്ടാത്തൊരു ജീവിതം അപ്പൻ്റെ അടുക്കൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഏത് മനുഷ്യർക്കും അപ്പൻ്റെ അടുക്കൽ നിന്ന് വിട്ടുള്ള ജീവിതത്തിലേക്ക് പോകുമ്പോൾ സ്വന്തം ഇച്ഛകളുടെയും സ്വന്തം ഇഷ്ടങ്ങളുടെയും നിയന്ത്രണങ്ങളിലേക്ക് ആ വ്യക്തി തന്നെ മാറി അപ്പൻ്റെ അടുക്കൽ നിന്ന് മാറിപ്പോകുമ്പോൾ, സ്വയം ആ പരിഹാരം കണ്ടെത്താനുള്ള വഴി തേടി പോയി തുടങ്ങുമ്പോഴാണ് വാസ്തവത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കഷ്ടങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും ദുഃഖങ്ങളുടെയും നിരാശകളുടെയും ഒക്കെ അനുഭൂതികൾ കയറി തുടങ്ങുന്നത്. ഞാൻ പറയുന്നത് ശരിയാണോ? നിങ്ങൾ സമ്മതിച്ചു തരുന്നുണ്ടോ? എൻ്റെ കുഞ്ഞുനാളിൽ എനിക്ക് ഒന്നിനെക്കുറിച്ചൊരു ടെൻഷൻ ഇല്ലായിരുന്നു. എനിക്ക് വേണ്ടിയതൊക്കെ അപ്പനോട് വഴക്ക് കെട്ടിയാണെങ്കിലും മല്ല് കെട്ടിയാണെങ്കിലും കുറേ കഴിഞ്ഞിട്ടാണെങ്കിലും എന്ത് ചെയ്യും? എനിക്ക് ദോഷമല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടത്. പക്ഷെ ഞാൻ സ്വന്തം തീരുമാനത്തിൽ സ്വന്തമായി ആ കാര്യങ്ങളെ കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലേക്ക് ഓടിയപ്പോൾ എനിക്ക് ഞെരുക്കങ്ങളും പ്രശ്നങ്ങളും വരാനായിട്ട് തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു? എന്താണ്? അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ, അത് അവിടെ നോക്കിക്കോട്ടെ. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, സുബോധം എന്ന വാക്കിൻ്റെ തേജസ് എന്താണെന്ന് ഗ്രഹിപ്പിക്കാനായി ശ്രമിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ സുബോധം എന്നുള്ളൊരു മലയാള പദമാണ്. പക്ഷേ അത് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ക്രൈസ്തവരാണെന്ന് എൻ്റെ ചിന്ത. സമൂഹത്തിൽ ഈ സുബോധം എന്നുള്ള ചിലർ കള്ളം കുടിച്ച് ബോധം നട്ടപ്പോൾ അവർ സുബോധമൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സുബോധത്തിൻ്റെ ശരിയായ ആഴമെന്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അപ്പൻ്റെ അടുക്കൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സുരക്ഷിതത്വം, അല്ലെങ്കിൽ അപ്പൻ്റെ അടുക്കലുള്ള നമ്മുടെ സംരക്ഷണം, നമ്മുടെ കരുതൽ, അപ്പനെക്കുറിച്ചുള്ള നമ്മുടെ ആ കോൺഫിഡൻസ്, കംഫോർട്ട് എന്നുള്ള പദമായിരിക്കും ഏറ്റവും നല്ലതെന്ന്. ആ ബോധം നമ്മുടെ ഹൃദയത്തിൽ നിറയുക.
അപ്പോൾ ഇവിടെ സുബോധമുള്ളവരായിട്ടിരിക്കണമെങ്കിൽ വിശ്വാസം, സ്നേഹം, പ്രത്യാശ ഇത് ധരിച്ചുകൊണ്ട് നിങ്ങൾ സുബോധമുള്ളവരായിരിക്കുക എന്ന് 1 തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു. 2-ാമത്തെ ലേഖനത്തിൽ വരുമ്പം പറയുകയാണ്, ഞങ്ങൾ എഴുതിയ വാക്കിനകത്ത് ഞങ്ങൾ ശ്രമിച്ചത് മുഴുവൻ നിങ്ങളെ എങ്ങനെയുള്ളവരാക്കാനാണ്? സുബോധമുള്ളവരാക്കാനായിട്ടാണ്. അപ്പസ്തോലന്മാരുടെ വാക്കുകളിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഭൂതി എന്ന് പറയുന്നത് നമ്മൾ സുബോധമുള്ളവരായി മാറുക എന്നുള്ളതാണ്. പക്ഷേ അപ്പസ്തോലന്മാരെഴുതിയ വചനങ്ങളെ, കർത്താവ് എഴുതിയ വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അപ്പസ്തോലന്മാരെഴുതി എന്ന ഭാവത്തിൽ പഠിപ്പിച്ചു വരുന്ന അനേക ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങളുടെ പുറകെ പോയാൽ നിങ്ങൾക്ക് കിട്ടിയിരുന്ന സുബോധം എന്തു ചെയ്യും? നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതാണ് 2 തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞത്. അവിടെ ഉദ്ദേശിക്കുന്ന ഈ വിഷയത്തിൽ തന്നെയാണ്, കർത്താവിൻ്റെ വരവ് സംബന്ധിച്ച വിഷയം തന്നെയാണ് പറഞ്ഞല്ലേ. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചേ. 2 തെസ്സലോനിക്ക ലേഖനം 2-ന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഈ സെയിം വിഷയമാണ്, കർത്താവിൻ്റെ വരവിൻ്റെ വിഷയം അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, നമ്മൾ 5-ാം അധ്യായം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞത്? നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മളെങ്ങനെയിരിക്കും? പകലിനുള്ളവരായിരിക്കും. നമ്മൾ സുബോധത്തോടെ ഇരിക്കണം. നമ്മുടെ കർത്താവ് നമ്മളെ ചേർക്കാനാണ് വരുന്നത്. അവൻ വരുമ്പോൾ നമ്മൾ രൂപാന്തരം പ്രാപിച്ച് അവനെ എതിരേൽക്കാനായിട്ട് ആകാശത്തിലേക്ക് എടുക്കപ്പെടും. ഇതാണ് 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അവസാന വാക്ക് മുതൽ ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങുന്നത്. അവിടെയാണ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ സുബോധമുള്ളവരായിരിക്കുക. നിങ്ങൾ ഈ വിഷയം ധ്യാനിച്ച് സുബോധവും ഉറപ്പുമുള്ളവരായിട്ടിരിക്കണം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പറയാം, കർത്താവിൻ്റെ ഈ വരവ് സംബന്ധിച്ചിട്ട് വല്ല ഉപദേശങ്ങൾ, നിങ്ങൾ വേറെ വല്ല ഉപദേശങ്ങളുടെയും പുറകെ പോകുന്നെങ്കിൽ, ഞങ്ങൾ ഈ പറഞ്ഞ ഉപദേശം വിട്ട് ഞങ്ങൾ എഴുതി എന്നുള്ള ഭാവം പിടിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും ഉപദേശവുമായി പറഞ്ഞു പോവുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്, ഉള്ള സുബോധം എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം? സുബോധം നഷ്ടപ്പെടാതിരിക്കാൻ തിരുവെഴുത്ത് തന്നെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണം. തിരുവെഴുത്തിലാണ് നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കിട്ടുന്നത്. തിരുവെഴുത്ത് പറയും പോലെ ജീവിക്കണം. അതുകൊണ്ടാണ് തെസ്സലോനിക്കയിലുള്ളവർ ബെരോവയക്കാരേക്കാൾ ഉത്തമനായിരുന്നവർ. തിരുവചനം അങ്ങനെ തന്നെ. നമ്മൾ ഏത് ഉപദേശം കേട്ടാലും തിരുവെഴുത്ത് നമ്മൾ തന്നെ ഒരു പഠനം നടത്തും. നമ്മളെ കണ്ണിപ്പൊടിയിടുന്ന പരിപാടിയുണ്ട്. കണ്ണിപ്പൊടിയിടുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ മനസ്സിലാക്കി തരാൻ പറ്റുക? കണ്ടാൽ നല്ല പഞ്ചസാരയാണെന്ന് തോന്നും, ഭയങ്കര മധുരമാണെന്ന് തോന്നും. പക്ഷേ ഇതിനകത്ത് കയ്പ, വിഷവ, നമ്മളറിയത്തില്ല. മധുരത്തിൻ്റെ രുചി നോക്കി പോയതാ, അവസാനം അകത്തെ വിഷം നമ്മുടെ പ്രിൻസൊക്കെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നവർ മീനെ പിടിക്കാൻ എന്തോ ഇട്ട് കൊടുക്കുന്നതെന്നറിയോ? മീൻ ഏറ്റവും ഇഷ്ടമുള്ള തീറ്റയാണ് ഇട്ട് കൊടുക്കുന്നത്. മീന് വളർച്ച കിട്ടുന്ന അതിന് ഇഷ്ടമുള്ള രുചിയുള്ള തീറ്റ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ആ തീറ്റയ്ക്കകത്ത് എന്തോ ഉണ്ട്? ഒരു ചൂണ്ടയുണ്ട്. പിടി കിട്ടുന്നുണ്ടോ? അവിടെയാണ് അപകടം കെണി ഇരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ദൈവമക്കളെ വഴിതെറ്റിക്കാൻ ഒരുപാട് സംഘടനകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വേണേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയോ. യഹോവയുടെ സാക്ഷികൾ, പേരേതാ? യഹോവ. എവിടെ കിടക്കുന്ന വാക്ക്? വേദപുസ്തകത്തിൽ. ശബത്ത് മിഷൻ, പേരെന്തുവാ? ശബത്ത്. എവിടെ കിടക്കുന്ന വാക്ക്? നമ്മുടെ പുസ്തകത്തിൽ. യേശുനാമം എവിടെ കിടക്കുന്ന വാക്ക്? നമ്മുടെ പുസ്തകത്തിൽ. പെന്തിക്കോസ് എവിടെ കിടക്കുന്ന വാക്ക്? ബൈബിളിൽ. ഇവരെല്ലാം ബൈബിളിലെ ഓരോ വാക്ക് എടുത്ത് പിടിച്ചിട്ടാണ് വരുന്നത് നമ്മുടെ അടുക്കൽ. വന്നിട്ട് വളരെ നൈസായിട്ട് നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകാമെന്നറിയാമോ? സുബോധം നഷ്ടപ്പെട്ട അനുഭവത്തിലേക്ക് കൊണ്ടുപോവുക. കർത്താവിനുള്ള പ്രത്യാശ തന്നെ നഷ്ടപ്പെട്ട സ്ഥിതിയിലേക്ക് പോവുക. ഈ കൂട്ടിൽ ആരെ വേണമെങ്കിൽ പോയി നോക്കൂ. പെന്തക്കോസുകാരെ എടുത്തു. കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ മൊബൈലിനകത്ത് കണ്ടു. റാന്നിയിലെങ്ങാണ്ട് ഉഗ്രനടി വിശ്വാസികൾ തമ്മിൽ, ആണും പെണ്ണും എല്ലാം കൂടെ വട്ടവടി. അഭിഷേകം പ്രാപിച്ച സഭയാണ്. ഈ അടുത്ത സമയത്ത് ഇവിടെ തൊട്ടടുത്ത് 3-4 കൊല്ലം മുമ്പ് നമ്മുടെ പ്രാവൻകൂട്ടിൽ ഉണ്ടായെന്ന് കേട്ടില്ല. ഇതെല്ലാം പെന്തിക്കോസിൻ്റെ പേരിലാണ്. അപ്പം ഈ പറയുന്ന സാധനം വചനത്തിനകത്ത് ഏതെങ്കിലും 1-2 വാക്കുകൾ എടുത്തിട്ട് ആശയം മെനഞ്ഞ് ആളുകളെ അവരുടെ പുറകെ കൊണ്ടുപോകാം. അവസാനം പോയി കുറേ നാൾ കഴിയുമ്പോഴാണ് ഇവരറിയുന്നത്, എടോ ഇത് ഭയങ്കര തട്ടിപ്പ് പരിപാടിയാണ്. വന്നവന്മാർ അപ്പം തന്നെ ഇതെല്ലാം ഇട്ട ചങ്ങ് നിരീശ്വരവാദിയായിട്ട് പോവുകയോ അല്ലെങ്കിൽ വന്നിടത്തോട് തിരിച്ചു പോവുകയോ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വടക്കേണ്ടിയിലൊക്കെ കണ്ടില്ലേ, ഗർവാപ്പസി ആളുകൾ തിരിച്ചു പോവാം. കാര്യം ഇവരുടെ എല്ലാം സുബോധം എന്ത് ചെയ്തു? ഇനി പോയവരുടെ സ്ഥിതി ഒന്ന് നോക്കിയേ. അവരിവിടെ നിന്നപ്പോഴും അവർക്ക് സമാധാനമില്ല, പോയപ്പോഴും സമാധാനമില്ല. ഏറ്റവും കൂടുതൽ ഉപവാസ പ്രാർത്ഥന പെന്തക്കോസുകാരുടെ നടക്കുന്നത് അറിയാമോ? ഏറ്റവും കൂടുതൽ ഉപവാസ പ്രാർത്ഥന ഇവിടെ നടക്കുന്നത് പെന്തക്കോസ്. എന്താ കാര്യം? ഏറ്റവും കൂടുതൽ സമാധാനം നഷ്ടപ്പെട്ടത് അവരെ പിടി കിട്ടുന്നു.
ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അവർ, ഏറ്റവും കൂടുതൽ പ്രാർത്ഥന വിഷയങ്ങളുള്ളത് അവർക്ക്, ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ടീമുകൾ അവർക്കാണ്, ഏറ്റവും കൂടുതൽ ഭയം അവർക്ക്. പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് എന്താ പറയണ്ട വിടുതൽ മേടിച്ചു കൊടുക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന എവിടെയാണെന്നറിയാമോ? പെന്തക്കോസ്തിനകത്താണ്. കാര്യം എന്താ? ഇതിനകത്ത് വിടുതലുള്ളവർ വളരെ, അതുകൊണ്ടായി വിടുതൽ മേടിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ഇവിടെ ഒരുപാട് വേക്കൻസി ഉള്ളത്. വിടുതലിന് ശുശ്രൂഷക്കാർക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് പെന്തക്കോസ് കൂട്ടത്തിലാണ്. കാരണം പെന്തക്കോസിനകത്ത് എന്തില്ല? പണ്ട് ഗാനവച്ചനാണ് പറഞ്ഞേ, ഓരോരുത്തരുടെ ഓരോ പാട്ട്, ആരാധിക്കുമ്പോൾ വിടുതൽ. എടാ, വിടുതൽ കിട്ടിയവനല്ലേ ആരാധിക്കണ്ടേ? ഇവരെന്തോ പാടി വയ്ക്കുന്നേ? ആരാധിക്കുമ്പോൾ വിടുതൽ. അപ്പം അതിൻ്റെ അർത്ഥം തന്നെ കഴിഞ്ഞ ആഴ്ച ആരാധിച്ചു, എന്തിനു വേണ്ടി ആരാധിച്ചേ? വിടുതലിന് വേണ്ടി. ഈ ആഴ്ച ആരാധിച്ചു, എന്തിനു വേണ്ടി ആരാധിച്ചേ? വിടുതലിന് വേണ്ടി. അടുത്ത ആഴ്ചയും ആരാധിക്കും, എന്തിനു വേണ്ടിയാ? അപ്പോൾ എന്ത് കിട്ടിയിട്ടില്ല ഇതുവരെ? ഇത് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും വിശ്വാസികൾക്ക് നശിച്ചു പോയിരിക്കുന്നു. മനസ്സിലായി? മസ്തിഷ്ക പ്രക്ഷാളനമെന്ന് പറയും. തലച്ചോറ് പോലും മരവിപ്പിച്ച് കളയുക. പറഞ്ഞാൽ ഇച്ചിരൂടെ കടത്തി പറഞ്ഞാൽ ഒരു പരുവത്തിൽ ഓരോ സൈക്കോളാക്കി മാറ്റിയിരിക്കുക. ബഹുഭൂരിപക്ഷം എണ്ണവും മാനസിക നില തെറ്റ്, മുമ്പേ പറഞ്ഞാൽ മാനസിക നില തെറ്റിയ അവസ്ഥ കിടക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുബോധം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സുബോധത്തിൽ ഇരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? വിശ്വാസവും സ്നേഹവും കവചമായി ധരിച്ചുകൊണ്ട്, രക്ഷയുടെ പ്രത്യാശ ശിരസ്ത്രമായി ധരിച്ചുകൊണ്ടിരിക്കണം. കാരണം കർത്താവിൻ്റെ വരവിൻ്റെ സമയമാകുമ്പോൾ നിങ്ങളുടെ സുബോധം നഷ്ടപ്പെടുത്തി കളയാനുള്ള സകല അഭ്യാസങ്ങളും ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് തിരുവെഴുത്തുകളെക്കുറിച്ച് നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്നതെങ്കിൽ മറ്റൊരു വാക്യം കൂടി നമുക്ക് നോക്കാം. സുബോധത്തെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്ന വേറൊരു വാക്യം, തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിച്ചു. തീത്തോസിൻ്റെ ലേഖനം 2:13 എന്താ പറയുന്നത്? നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട്, ശ്രദ്ധിച്ചു വായിക്കണം, ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിച്ചുകൊണ്ട് ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കണം. അപ്പൊ സുബോധത്തോടെ ജീവിക്കണമെങ്കിൽ എന്തൊക്കെ വർജിക്കണം? വായിച്ചേ. ഭക്തികേട് വർജിക്കണം. ഏതാ ഭക്തികേട്? ഭക്തി ഇല്ലാഴികയല്ല ഭക്തികേട്, കപടഭക്തിയാണ് ഭക്തികേട്. കാപടഭക്തി വർജിക്കണം. ഭക്തികേട് വർജിച്ചിട്ട് പിന്നെന്താ വർജിക്കണം? പ്രപഞ്ചമോഹം. എന്താ പ്രപഞ്ചമോഹം? പ്രപഞ്ചത്തോടുള്ള മോഹം. പറഞ്ഞു മനസ്സിലായി? ഉള്ളത് തൃപ്തിപ്പെടാതെ വീണ്ടും വീണ്ടും പ്രപഞ്ചത്തിലുള്ള മോഹങ്ങൾ, പ്രപഞ്ചമോഹം നമ്മുടെ സുബോധം നഷ്ടപ്പെടുത്തും. ഭക്തികേട് നമ്മുടെ സുബോധം നഷ്ടപ്പെടുത്തും. പ്രപഞ്ചമോഹം തലയ്ക്ക് പിടിച്ചിട്ടാണ് മുടിയനായ പുത്രന് സുബോധം നഷ്ടപ്പെട്ടു പോയത്. അപ്പം ഇവിടെയും തീത്തോസിന്റെ ലേഖനത്തിലും പറയുന്നത്, നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്ത. തെസ്സലോനിക്ക ലേഖനത്തിലും പറയുമ്പോൾ ആ വാക്ക് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ കർത്താവിൻ്റെ പ്രത്യക്ഷതയെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കണം. അവിടെ നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണം. 2 തെസ്സലോനിക്കയിൽ വീണ്ടും പറയുന്നത്, കർത്താവിൻ്റെ വരവ് സംബന്ധിച്ച് ഞങ്ങൾ എഴുതിയെന്നുള്ള ഭാവത്തിൽ പോലുമുള്ള ഉപദേശങ്ങളും വല്ല ഉപദേശങ്ങളുമായിട്ടൊക്കെ വന്ന് നിങ്ങളുടെ സുബോധം എന്ത് ചെയ്ത് കളയും? നഷ്ടപ്പെടുത്തി കളയും. തീത്തോസിൻ്റെ ലേഖനത്തിലും പറയുന്നത്, കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, അതാണ് സുബോധം. ആ കാത്തിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തൊക്കെ വർജിക്കണം? നിർബന്ധമായിട്ട് നിങ്ങൾ വർജിക്കേണ്ട കാര്യം ഭക്തികേട് വർജിക്കണം, പ്രപഞ്ചമോഹം വർജിക്കണം. എന്താ ഈ ഭക്തികേടെന്ന് പറയുന്നത്? ഞാൻ ഇച്ചിലൂടെ വിശദീകരിക്കാം. നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ എൻ്റെ അടുക്ക വന്നിരുന്നുകൊണ്ട് എന്ത് തിന്നും എന്ത് കൊടുക്കും എന്നുള്ളതൊന്നും നിങ്ങൾ പറയണ്ട, അതൊക്കെ എനിക്ക് അറിയാം. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എൻ്റെ രാജ്യവും എൻ്റെ നീതിയെപ്പറ്റി പഠിക്കുക. എൻ്റെ നീതി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുക, എൻ്റെ കരുതൽ എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എന്നോട് വന്നിട്ട് അത് വേണം ഇത് വേണം, ആ വിഷയം പരിഹരിച്ചിടണം, ഈ വിഷയം മാറ്റി തരണം, ഇങ്ങനൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. എനിക്കെന്നാ നിങ്ങളെ അറിയത്തില്ലേ? ഞാൻ നിങ്ങളുടെ അപ്പനല്ലേ? നിങ്ങൾ അറിയുന്നതിനെക്കാട്ടി നന്നായിട്ട് എനിക്ക് നിങ്ങളുടെ വിഷയങ്ങൾ അറിയാം. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ നിങ്ങൾ കല്ല് പെറുക്കി കൊടുക്കുമോ? ഇല്ലല്ലോ. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് മുട്ട ചോദിച്ചാൽ നിങ്ങൾ പാമ്പിനെ പിടിച്ചു കൊടുക്കുമോ? ഇല്ലല്ലോ. നിങ്ങൾ ദോഷികൾ, എന്നാലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ എത്രയധികം സ്നേഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവായ ഞാൻ നിങ്ങളെ എത്രയധികം സ്നേഹിക്കും. നിങ്ങൾക്ക് എന്താ ചിന്തിക്കാനുള്ള കഴിയില്ലേ? നിങ്ങൾക്കിതൊന്നും അറിഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ചിട്ടും നമ്മൾ പിന്നെയും എന്ത് ചെയ്യുക? ഭക്തിയുടെ രൂപം കാണിക്കാൻ, ഞാൻ ഭയങ്കര പ്രാർത്ഥനാവീരനാണെന്ന് കാണിക്കാൻ ഈ പറയുന്ന ചവറ സാധനങ്ങളൊക്കെ തന്നെ വീണ്ടും എന്ത് ചെയ്യും? പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ഇടുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ട്? ഇവിടെയൊക്കെ ഭക്തികേട്. കർത്താവ് പറയുന്നതിന് വിരുദ്ധമായ കാര്യങ്ങൾ
കർത്താവിൻ്റെ മനസ്സിലാക്കാതെ, കർത്താവിനെ മനസ്സിലാക്കാതെ, കർത്താവിനോട് ഭക്തനാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന ഗോഷ്ഠികൾ എന്ന് വേണം അതിന് പറയാൻ. അതിനെയൊക്കെ ഭക്തികേടെന്ന് പറയാം. അന്യഭാഷയാ, ഭയങ്കര പാട്ടുമാണ്, ആർക്കും ഒരു പ്രബോധനവുമില്ല, പാടുന്നവനും പ്രബോധനമില്ല, ഭയങ്കര പ്രസംഗമാണ്, പ്രസംഗിക്കുന്നതിനും ഒരു ആത്മീയവർദ്ധനമില്ല, കേൾക്കുന്നവനുമില്ല. പക്ഷേ ഭയങ്കര ഭക്തിയുടെ ഷോകളാണ്. ഇങ്ങനെ ഒരുപാട് ഭക്തികേട് ഈ ഭക്തികേട് നമ്മളെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് അറിയാമോ? സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. മകൻ അപ്പനോട് വന്ന് പിടിച്ചു മേടിക്കുക. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞ പോലെ ഈ മുടിയനായ പുത്രൻ എന്ത് ചെയ്തു? അപ്പൻ്റെ അടുക്ക് വന്ന് ചോദിച്ചു വാങ്ങി. എന്തൊക്കെ? എനിക്കുള്ള അവകാശം, എനിക്കുള്ള വിഹിതം, അല്ലേ? നമ്മളും അങ്ങനെയല്ലേ മിക്കവാറും ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിച്ചേ, അപ്പൻ്റെ അടുക്ക പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് എന്തുവാ? നമ്മളെന്താ കർത്താവിനോട് ചോദിക്കുന്നേ? നമ്മുടെ ആവശ്യങ്ങളാ. മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ലെന്ന് കർത്താവ് ഒരിക്കലും ശമരിയ സ്ത്രീയോട് പറഞ്ഞു. അത് കേട്ട് വേറെ ആരാണ്ട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ നിൻ്റെ മകനാ, അപ്പത്തിന് ഞാൻ അവകാശിയാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടുന്ന അപ്പങ്ങളെല്ലാം തരണം, ഇതെൻ്റെ ആവശ്യമാണ്, അതെൻ്റെ നീടാണ്, എൻ്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് അറിയിക്കാൻ പറഞ്ഞിട്ടില്ലയോ, അതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ ഇതൊക്കെയാണ്, എനിക്ക് ഈ 15 സെൻറ്റ് സ്ഥലത്തിനകത്ത് പോരാ, അത് അപ്പുറത്തെ സ്ഥലം കാട് പിടിച്ചെടുക്കുക, അതുകൂടി ഇനി കിട്ടിയായിരുന്നെങ്കിൽ അവിടെ നമുക്കൊരു വലിയ ഓൾഡേജ് ഹോമൊക്കെ പണിഞ്ഞ് 10 പേരെ സഹായിക്കാമായിരുന്നു, അല്ലെങ്കിൽ വലിയ കൃഷിയൊക്കെ ചെയ്ത് കുറച്ച് പേരെ സഹായിക്കാമായിരുന്നു, അതുകൊണ്ട് ആ സ്ഥലം കൂടെ മേടിക്കാൻ കർത്താവെ സഹായിക്കണേ. ഒരു കർത്താവിനെ എന്നിട്ട് സൂചിപ്പിക്കാൻ, അതുകൊണ്ട് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യാം? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നൊരു ന്യായവും കൂടെ കർത്താവിൻ്റെ എടുക്കലേ. എന്നിട്ട് കർത്താവ് വെറും പൊട്ടനല്ലയോ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളറിയുന്നതിനെക്കാട്ടി കൃത്യമായിട്ട് ആരറിയുന്നുണ്ട്? കർത്താവ് അറിയുന്നുണ്ട്. അതുകൂടെ മേടിച്ച് അതുകൂടെ എനിക്ക് തരാമെങ്കിൽ, ഇതുകൂടെ എനിക്ക് തരാമെങ്കിൽ, എൻ്റെ മക്കൾക്കൊരു വഴി തുറക്കുകയാണെങ്കിൽ ഞാൻ പാസ്റ്റർക്ക് എല്ലാ മാസവും ഒരു 5000 രൂപ വെച്ച് അങ്ങ് കൊടുക്കും. അങ്ങനെ നേരുന്ന വിളികളൊക്കെ ഉണ്ട് കേട്ടോ. മകൾക്ക് വഴിയും തുറന്നു. ആദ്യത്തെ 1 മാസം പാസ്റ്റർക്ക് 5000 കൊടുത്തു. 2ാമത്തെ മാസം 5000 കൊടുക്കാനായിട്ട് ഇങ്ങനെ ഈ മനുഷ്യനല്ല ഇങ്ങനെ 5000 പെറുക്കി കൊടുത്തേക്കാനാണ്. 3ാമത്തെ മാസം പാസ്റ്റർക്ക് 5000 കൊടുക്കാതിരിക്കാനുള്ള കാരണം കണ്ടുപിടിച്ച് പ്രശ്നം ഉണ്ടാക്കി. പാസ്റ്റർ ഇവിടെ നിന്നെങ്കിലല്ലേ 5000 കൊടുക്കണ്ടേ, ഈ പുള്ളി ഇവിടെ നിന്ന് ഓടിക്കുകയാണ്, പിന്നെ കൊടുക്കണോ? അങ്ങനത്തെ ബിരുദന്മാർ വരെയുണ്ട്, മനസ്സിലായോ? സൂത്രശാലികൾ, സൂത്രത്തിന് മേലെ സൂത്രം പണിയുന്ന പുള്ളികൾ വരെയുണ്ട്. ഇതെല്ലാം ആര് കാണുന്നുണ്ട്? നമ്മുടെ കർത്താവ് നന്നായി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, മക്കളെ, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കുക, എന്നോട് ചേർന്ന് എന്നിൽ വസിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ ഞാനത് പൂർത്തീകരിച്ചത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ശരിക്കും പറഞ്ഞാൽ പരിശോധന നടത്തേണ്ടത് എന്താണെന്നറിയാമോ? ഞാൻ ക്രിസ്തുവിൽ തന്നെയാണോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണോ ഞാൻ ഇരിക്കുന്നത്? ഞാൻ ആ അപ്പൻ്റെ മകനായി തന്നെയാണോ ഇപ്പം നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഉറപ്പായി എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ അപ്പൻ അറിയുന്നുണ്ട്. അവിടെ എനിക്കൊന്നും കർത്താവിനോട് വേറെ പ്രത്യേകിച്ച് ചോദിച്ചു വാങ്ങേണ്ടതായി ഇല്ല, പിടിച്ചു മേടിക്കേണ്ട ഒരു കാര്യങ്ങളും ഇല്ല. ഇപ്പം പിടിച്ചു മേടിച്ച മോൻ്റെ ഗതി മനസ്സിലായില്ലേ? കിട്ടാനുള്ളതെല്ലാം പലതും പറയാം. സൗര പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ, അങ്ങനെ കേട്ടില്ല? പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക, മല്ല് കെട്ടി പ്രാർത്ഥിക്കുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചു മേടിക്കുക. അങ്ങനെ എത്ര വിശ്വാസികൾ ഓരോന്ന് പ്രാർത്ഥിച്ച് മേടിച്ചിട്ടുള്ളതെന്ന് അറിയാമോ? വീട് പ്രാർത്ഥിച്ച് മേടിച്ചവരുണ്ട്, സ്ഥലം പ്രാർത്ഥിച്ച് മേടിച്ചവരുണ്ട്, ജോലി പ്രാർത്ഥിച്ച് മേടിച്ചവരുണ്ട്. കർത്താവ് കൊടുക്കുക. തന്നോട് ചോദിക്കുന്ന ഏവർക്കും കൊടുപ്പാൻ അവൻ ശക്തനാ. എന്നിട്ട് മേടിച്ച് മോൻ എങ്ങോട്ടാണ് പോയെന്നറിയാമോ? മോൻ പതിയെ കൂടാരം മാറ്റി ലോത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ സോതോമിൻ്റെ അടുക്കലോട്ടാണ് കൂടാരം മാറ്റിക്കൊണ്ട് പോയത്. അവസാനം ലോത്തിന് മക്കളെ സംരക്ഷിക്കാൻ കിടന്ന് പാടുപെടേണ്ടി വന്നു, സ്വയത്തെ സംരക്ഷിക്കാൻ പാടുപെടേണ്ടി വന്നു, തൻ്റെ വീട്ടിൽ വന്ന ദൈവത്തിൻ്റെ ദൂതന്മാരെ സംരക്ഷിക്കാൻ പാടുപെടേണ്ടി വന്നു. അറിയത്തില്ലേ കഥകളൊക്കെ? ഏതാണ്ട് ഇതേ അവസ്ഥ ഉണ്ടാകുക. ആ കരുതലിൽ നിന്ന് നഷ്ടപ്പെട്ട് പുറത്തേക്ക് പോയപ്പോൾ അവസാനം പിന്നെ അബ്രഹാം തന്നെ വരേണ്ടി വന്നു, ഇല്ലേ, ലോത്തിനെ രക്ഷപ്പെടുത്താൻ. അബ്രഹാമിൻ്റെ പോക്ക് എങ്ങനെയായിരുന്നു? അബ്രഹാമിൻ്റെ പോക്ക്, പിതാവേ, നീ എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് നീ മതി, വേറൊന്നും വേണ്ട, നീ തരുന്നു, നീ എടുക്കുന്നു, നീ ചോദിച്ചാൽ വിട്ടുതരാൻ ഞാൻ റെഡി, എനിക്ക് ഈ ഭൂമിയിൽ ഒരു കോമളത്വവും വേണ്ട, ഞാൻ ആത്മാവിൽ കാണുന്നത് അവിടുന്ന് ശില്പിയായി നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാനമുള്ള നഗരത്തെയാണ്. അതുകൊണ്ട് അബ്രഹാം എപ്പോഴും കരുത്തനായിരുന്നു. കിട്ടുന്നുണ്ടോ? അപ്പം ഇത് തന്നെയാണ് നമ്മളോടും കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഈ വചനത്തിൽ നിൽക്കുക, ഈ വിശ്വാസത്തിൽ ഉറക്കി. നമ്മൾ വിശ്വാസത്തെ സ്നേഹത്തെയും കുറിച്ച് പഠിച്ചപ്പോൾ അതേ കാര്യമാണ് പഠിച്ചത്. അത് നിങ്ങളുടെ കവചമായി നിങ്ങളിൽ നിലനിന്നാൽ നിങ്ങൾക്ക് സുബോധത്തോടെ ഇരിക്കാം. ഇത് നഷ്ടപ്പെട്ട സുബോധം എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അതുകൊണ്ട് തീത്തോസ് ലേഖനത്തിൽ പറഞ്ഞത്, യേശു ക്രിസ്തുവിൻ്റെ, നമ്മുടെ മഹാദൈവം, നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള പ്രത്യക്ഷത തന്നെ കാത്തിരിക്കുക. അതാ സുബോധം. അത് കാത്തിരുന്ന് സുബോധം, അതിനുവേണ്ടി ഇരിക്കുന്ന ഇരിപ്പിനാണ് സുബോധത്തോടെ ഇരിക്കുക എന്നുള്ളത്. ആ സുബോധത്തോടെ ഇരിക്കണമെങ്കിൽ എന്തൊക്കെ വർജിക്കണം? പ്രപഞ്ചമോഹവും ഭക്തികേടും ഒക്കെ വർജിച്ചു വേണം സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ഇരിക്കാനെന്നാണ് തീത്തോസിൻ്റെ ലേഖനം പറഞ്ഞത്. ഒരു വാക്യം കൂടി വായിച്ച 2 തിമോത്തിയോസിൻ്റെ ലേഖനം 1:7 2 തിമോത്തിയോസ് 1:7.
2 തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം പെട്ടെന്ന് പോയി. നമുക്കത് നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിന് 3-ാമത്തെ വാക്യം മതി. ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചു. എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണ്ണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്തു. തിമോത്തിയോസിനെ കുറിച്ചാണ് പറയുന്നത്. ആ വിശ്വാസം ആദ്യം നിന്റെ വല്യമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അമ്മ ലോവീസിലും വല്യമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്ന ആ വിശ്വാസം നിന്നിൽ ഉണ്ടെന്ന് ഞാൻ ഉറയ്ക്കുകയാണ്. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. എന്നിലുള്ള എൻ്റെ കൈവെപ്പിനാൽ, അതായത് പൗലോസ് തിമോത്തിയോസിന് പകർന്നു കൊടുത്തിരിക്കുന്ന തിരുവചനത്തിനനുസരിച്ച് തിമോത്തിയോസ് നിലനിൽക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, എന്നിട്ടാണ് പറയുന്നത്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക്. അതെന്തിനാ അങ്ങനെ എടുത്തു പറയുന്നത്? ദൈവം നമുക്ക് തന്ന ആത്മാവിൻ്റെ പ്രത്യേകത എന്താണ്? സുബോധത്തിൻ്റെ, മുമ്പേ പറഞ്ഞ വിഷയം. ദൈവം നമുക്ക് ഈ ആത്മാവിനെ തന്ന എന്തിനാണെന്നറിയാമോ? ദൈവം എനിക്ക് ആത്മാവിൻ്റെ അഭിഷേകം തന്നത് മാജിക്കുകൾ കാണിച്ച് ജനത്തെ വശീകരിക്കാനല്ല. ദൈവം എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നത് പ്രസംഗത്തിൻ്റെ വൈഭവം വെളിപ്പെടുത്തിക്കൊണ്ട് അനേകം ഫോളോവേഴ്സിനെ ഉണ്ടാക്കാനല്ല. ദൈവം എനിക്ക് ആത്മാവിൻ്റെ ശക്തിയെ പകർന്നു തന്നത് രോഗികളെ സൗഖ്യമാക്കുന്നതും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഗൂഢമായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് തന്നെ വിളിച്ചു പറഞ്ഞ് ഞാൻ എന്തോ വലിയൊരു അമാനുഷിക സംഭവമാണെന്ന് വരുത്തി തീർത്തിട്ട് ഒരുപാട് അണികളെ ഉണ്ടാക്കി അതുവഴി എൻ്റെ ജീവിതം വലിയ സെറ്റപ്പിലും എനിക്ക് പേരും പ്രശസ്തിയും ഉണ്ടാക്കി തരാനല്ല ദൈവം എനിക്ക് ആത്മാവിനെ തന്നത്. മനസ്സിലാകുന്നു? ദൈവം എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നത് നിങ്ങളുടെ ഇടയിൽ എനിക്ക് പേരും പെരുമയും ഞാൻ ദൈവത്താൽ നയിക്കപ്പെടുന്നവനാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനുമല്ല. ആണോ? ദൈവത്തിന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം അല്ല. പിന്നെ എന്തിനാണ് എനിക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നത്? എനിക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ജീവനെ എന്നിലൂടെ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനാണ്. കർത്താവ് ആ ശക്തി. കർത്താവ് പൗലോസിനോട് പറഞ്ഞു, എൻ്റെ ശക്തി നിനക്ക് മതി. ആ ശക്തിയെക്കുറിച്ച് പിന്നീട് പഠിക്കുമ്പോൾ അവരറിയാം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ. അപ്പം കർത്താവിൻ്റെ ശക്തി നിങ്ങളിലൂടെ പ്രദർശിപ്പിക്കപ്പെടേണ്ടതിനാണ്. കർത്താവിൻ്റെ ശക്തി പ്രദർശിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ രോഗികളെ സൗഖ്യമാക്കിയിട്ട് ഞാൻ വലിയൊരു അമാനുഷികനാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങളുടെ കയ്യടി വാങ്ങി നിൽക്കാനല്ല കേട്ടോ. അങ്ങനെയാണ് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. പൗലോസ് പിന്നെ പറഞ്ഞ വാക്കെന്നറിയാം, ആ ശക്തി കൊണ്ട് ഞാൻ ഇത്ര 1000 പേരെ ഉയർപ്പിച്ചെന്നാണോ? 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിലെ ഭാഗമാണ് ഞാൻ പറയുന്നത്. കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ ശക്തിയും എൻ്റെ മേൽ വന്നപ്പോൾ ഞാൻ ഒരുപാട് മുടന്തന്മാരെ എഴുന്നേൽപ്പിച്ചു എന്നാണോ? കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. കർത്താവ് 146 രോഗികളെ സൗഖ്യമാക്കിയുള്ളൂ, ഞാൻ 256 പേരെ സൗഖ്യമാക്കി എന്ന് പറയാനാണോ? അല്ല. കർത്താവ് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്നറിയാമോ? കർത്താവ് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം വേറെ ആർക്കും ചെയ്യാൻ പറ്റേ, തന്നെത്താൻ ത്യജിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി ജീവനെ കൊടുത്തതാണ് ഏറ്റവും വലിയ അത്ഭുതം. വേറെ ആരും ഇന്ന് വരെ അതിനു വേണ്ടിയിട്ട് രോഗികളെ സൗഖ്യമാക്കുന്നവർ ഇതിനു മുമ്പുണ്ടായിട്ടില്ലേ? ഏലിയാവ് സൗഖ്യമാക്കിയിട്ടില്ലേ? ഏലിശ സൗഖ്യമാക്കിയിട്ടില്ലേ? മരിച്ചവരെ ഉയർപ്പിച്ചിട്ടില്ലേ? അപ്പം അതൊന്നുമല്ല, ആർക്കും ചെയ്യാത്തൊരു കാര്യം, ആർക്കും പറ്റാത്തൊരു കാര്യം. മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ താഴ്ത്തി സ്വയം പാപമാക്കി തീർത്തു, സ്വയം ശാപമായി മാറി, ശാപവസ്തുവായി മാറി, സ്വയം മരണത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു, ദാസനായി മാറി, ശിഷ്യൻ്റെ കാല് കഴുകി. ലോകത്ത് ചരിത്രത്തിൽ ഇന്ന് വരെ വേറെ ഒരിടത്തും ഞാൻ കേട്ടിട്ടില്ല ഗുരു ശിഷ്യൻ്റെ കാല് കഴുകുന്നത്. സകലയിടത്തും ശിഷ്യന്മാരെന്ത് ചെയ്യുക? ഗുരുവിൻ്റെ കാല് കഴുകുക. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇതാണ് കർത്താവ് ചെയ്തതെങ്കിൽ അത് കർത്താവ് ചെയ്തതിലും അധികമായി കർത്താവിനെ പോലെ ആയിത്തീരുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ള വാക്കാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. പക്ഷേ ഇവിടെ പലരും ശക്തി പരിശുദ്ധാത്മാവിനെ മേടിക്കുന്നത് തന്നെ കർത്താവ് എത്ര രോഗികളെ സൗഖ്യമാക്കി അതിലൊരു രോഗിയെ കൂടി കൂടുതലായിട്ട് എനിക്ക് സൗഖ്യമാക്കണമെന്നുള്ള ചിന്തയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? കയ്യടി കിട്ടാൻ, പ്രശംസം കിട്ടാൻ, മാനം കിട്ടാൻ. തെറ്റ് അത് ലോകത്തിൻ്റെ അധിപതിയുടെ സ്വഭാവമാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് സഭപുത്രന്മാരുടെ മക്കളുടെ വിഷയത്തിൽ അല്ലേ? ഒരാൾക്ക് നിൻ്റെ ഇടത്തും ഒരാൾക്ക് നിൻ്റെ വലത്തും ഇരിക്കാൻ
അനുവാദം കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് മറ്റുള്ളവരോട് പറഞ്ഞു, അവരിൽ വ്യാപരിക്കുന്നത് ഈ ലോകത്തിൻ്റെ ആത്മാവാണ് അവരിൽ കർത്തൃത്വം നടത്തുന്നത്. ഞാൻ ഭൂമിയിലേക്ക് വന്നത് ശുശ്രൂഷ ചെയ്യിക്കാനല്ല, ശുശ്രൂഷ ചെയ്യാനും അനേകർക്ക് വേണ്ടി എൻ്റെ പ്രാണനെ. നിങ്ങളും അങ്ങനെ വേണമാകാൻ. ഇങ്ങനെയാണ് കർത്താവ് പഠിപ്പിച്ചത്. പക്ഷേ പലരും ഇപ്പോഴും കംഫോർട്ട് സ്റ്റേഷൻ തപ്പി നടക്കുക. ഏറ്റവും വലിയ കംഫോർട്ട് എന്ന് പറയുന്നത് എന്താ? ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത് എൻ്റെ കർത്താവിൻ്റെ കൂടെയാണ് ഞാൻ, എൻ്റെ കർത്താവിലാണ് ഞാൻ. എൻ്റെ കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ ആ നാളിൽ ഞാൻ അവനെ എതിരേൽക്കാനായിട്ട് എഴുന്നേറ്റ് പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടാകും. അവനെ എതിരേറ്റ് അവനോടൊപ്പം എല്ലാ കാലത്തും പിന്നീട് ഞാൻ അവനോട് ഒരുമിച്ചായിരിക്കുമെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രത്യാശ. അതുകൊണ്ടാണ് തീത്തോസിനോടും പറഞ്ഞത്, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട്. അതാണ് ഒരു പ്രത്യാശയുള്ളവൻ്റെ കാത്തിരിപ്പ്. അപ്പം ഇവിടെ നമ്മൾ വായിച്ച ഈ ഭാഗം തീമോത്തിയോസിന് എഴുതുമ്പോൾ പറയുകയാണ്, ഈ യാത്രക്കിടയിൽ ഈ ആത്മാവ് നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ ഈ ആത്മാവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന എന്തെല്ലാമാണെന്നറിയാമോ? എന്താ പറഞ്ഞേ? ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും. അപ്പം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവനാണ് എന്നൊരുത്തനെ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ അടയാളം എന്താണെന്നറിയാമോ? അവനിൽ എന്തുണ്ട്? ശക്തി. എന്തിനുള്ള ശക്തി? താഴ്ചയിലിരിപ്പാൻ, സമൃദ്ധിയിലിരിപ്പാൻ, ഏതവസ്ഥയിലും അലംഭാവത്തോടെ കൂടെ ഇരിപ്പാനുള്ള ശക്തി. അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലും പൂർണ്ണ തൃപ്തിയോടെ ഇരിക്കുക. അല്ലെ പൗലോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ, ഞെരുക്കം സഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, കഷ്ടം സഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കഷ്ടം സഹിക്കണമെങ്കിൽ എന്തു വേണം? ശക്തി വേണം. വേണ്ടേ? വേണോ? കഷ്ടം സഹിക്കണ ശക്തി വേണം. ശക്തി ഇല്ലാത്തവനാണ് എന്താഗ്രഹിക്കുന്നത്? കഷ്ടം മാറണേന്ന്. കഷ്ടം മാറണമെന്ന് പ്രാർത്ഥിക്കുന്നവൻ എന്തില്ല? ശക്തി. ആത്മാവ് വന്ന എന്തിനാ? ശക്തി ധരിക്കാൻ, കഷ്ടം സഹിക്കാൻ ശക്തി തരാൻ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കഷ്ടം മാറാൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ആത്മാവ് നമ്മൾ ഇല്ല എന്നാണ്. ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കൂ. കർത്താവെ, നീ ആക്കി വെച്ചിരിക്കുന്ന ഏതവസ്ഥയിലും പിറുവിറുപ്പില്ലാതിരിക്കാനുള്ള ശക്തി തരണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തിയോ? പിതാവ് പുത്രനെ ശക്തീകരിച്ചോ? എങ്ങനെ ശക്തീകരിച്ചേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന്, എങ്കിലും എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം. അപ്പം ആ പാനപാത്രം കുടിക്കുവാൻ തക്കവണ്ണം കർത്താവിനെ പിതാവ് എന്ത് ചെയ്തു? ശക്തീകരിച്ചു. പിടികിട്ടുന്നുണ്ടോ? അപ്പം നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടേണ്ടത് ഏത് വിഷയത്തിലാണെന്നറിയാമോ? പ്രതിസന്ധികളിലുള്ള നമ്മുടെ മനോഭാവത്തെ നമ്മൾ തന്നെ പരിശോധിക്കണം. ഓരോ പ്രതിസന്ധിക്കകത്തുകൂടി ഞാൻ പോകുമ്പോൾ ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്, ഞാൻ അധൈര്യപ്പെടുന്നില്ല. ഇവിടെ എഴുതിയിരിക്കുന്ന ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും. അപ്പം നമ്മൾക്ക് ഭീരുത്വമാണ് വരുന്നതെങ്കിൽ നമ്മളിൽ എന്തില്ല? മനസ്സിലാകുന്നുണ്ടോ? ആത്മാവ് നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല? ഭീരുത്വം ഉണ്ടാകില്ല. പകരം എന്തുണ്ടാകും? ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും. അപ്പോൾ ഈ സുബോധം എന്നുള്ള വാക്കാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സ്നേഹവും വിശ്വാസം എന്ന കവചം ധരിച്ചുകൊണ്ട്, രക്ഷയുടെ പ്രത്യാശയായ ശിരസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സുബോധമായിരിക്കുക. സുബോധമായിരിക്കുക എന്ന് പറഞ്ഞാൽ, സുബോധമായിരിക്കുന്നവൻ്റെ ഉള്ളിൽ ഒരിക്കലും എന്തില്ല? ഭീരുത്വം ഉണ്ടാവില്ല. അവൻ്റെ ഉള്ളിൽ ശക്തി ഉണ്ടാവും. ശക്തി എന്തിനാ? പൗലോസ് പറഞ്ഞ ശക്തി, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. അവൻ്റെ ശക്തി എൻ്റെ മേൽ വന്നപ്പോൾ, അവൻ്റെ കൃപ എൻ്റെ മേൽ വന്നപ്പോൾ, അവൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിച്ചപ്പോൾ ഞാൻ സകലതും സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ഇതാണ് ശക്തിയുടെ പ്രത്യേകത. ഇത് ലോകത്തിന് ഭോഷത്വമാണ്. ലോകത്തിൻ്റെ ജ്ഞാനം പഠിപ്പിക്കുന്ന ശുശ്രൂഷകർക്കും ആ ജ്ഞാനം പഠിക്കുന്ന വിശ്വാസികൾക്കും നമ്മൾ ഈ പറയുന്ന കാര്യം തികച്ചും എന്തായിട്ടേ തോന്നുകയുള്ളൂ? ഭോഷത്വമായിട്ടേ തോന്നത്തുള്ളൂ. ഒരു സംശയം വേണ്ട കരുതി. ഞാനിപ്പോൾ ഈ പറയുന്ന ക്ലിപ്പുകൾ, ഈ പറയുന്ന മെസ്സേജ്, ഞാൻ ഈ പറയുന്ന ചിന്ത, ദൈവം എന്നെ ചിന്തിപ്പിച്ച ഈ ചിന്ത, ഞാൻ അപ്പസ്തോലന്മാരുടെ ജീവിതം, നിങ്ങളെ നടത്തിയ വിശുദ്ധന്മാരുടെ ജീവാവസാനം ഓർത്ത്, ആ ജീവാവസാനം പരിശോധിച്ച് കിട്ടിയ അറിവുകളാണ് ഈ പറയുന്നത്. കർത്താവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന ഈ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടക്കാൻ കർത്താവ് ശക്തി തരുന്നത് പ്രതിസന്ധികൾ മാറുമെന്ന പ്രതീക്ഷയല്ല, മറിച്ച് പ്രതിസന്ധികൾക്കകത്ത് ഞാൻ മുങ്ങിപ്പോവില്ല. ഇനി അഥവാ ഈ പ്രതിസന്ധിക്കകത്ത് ഞാൻ മരിച്ചു പോയാലും ശരി, എനിക്ക് മരണമില്ല. കർത്താവ് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്നിൽ ജീവിച്ചിരിക്കുന്നവൻ എന്നിൽ വിശ്വസിച്ചാലും മരിച്ചാലും. പ്രത്യേകത അവിടെ കിട്ടിയോ? അപ്പോൾ നമ്മൾ ഭക്തന്മാരെയൊക്കെ അങ്ങനെയുണ്ട്. പൗലോസ് പറഞ്ഞു, ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടാൻ പോകും. പാനീയയാഗം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? പാനീയം എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന ദ്രവം. അത് ഒഴിച്ചാലത്തെ സ്ഥിതി തന്നെ, തിരിച്ചു വരാൻ പറ്റും. ഒഴിക്കപ്പെടാൻ ഒഴുകിപ്പോവാം. ഒഴുകിപ്പോയാലും ശരി, എനിക്കുള്ള കിരീടം എൻ്റെ
പിതാവിൻ്റെ അടുക്കലുണ്ട്. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ആ കിരീടത്തെക്കുറിച്ച് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോടും പറയുന്നു, ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ തേജസ്സിന് വേണ്ടി കർത്താവ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആ വലിയ ജ്ഞാനത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്നൊക്കെ പൗലോസ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പസ്തോലന്മാരുടെ പ്രതീക്ഷയും പ്രത്യാശയും ധൈര്യവും ഒക്കെ ഇതാ. പഴയ നിയമ വിശുദ്ധത്തിലേക്ക് പോയി. ഇതിൽ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തുവാ? അവർ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ തങ്ങൾ അന്യരും പരദേശികളും ഏറ്റുപറഞ്ഞ് തന്നെയാണ് ജീവിച്ചത്. ഞങ്ങൾ ഈ ലോകത്തിലുള്ളവരല്ല, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല, ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇതൊക്കെ പറഞ്ഞാണ് ഭക്തന്മാർ ജീവിച്ചത്. ഇവിടെ പൗരത്വത്തിൻ്റെ അവകാശം പറഞ്ഞ് സമരത്തിന് ഏർപ്പെടാൻ പോവുക നമ്മുടെ പാർഷന്മാർ. മനസ്സിലായോ? ഞാൻ ഇന്ത്യൻ പൗരനാണ്, എനിക്ക് കിട്ടേണ്ടത് അവകാശം തന്നാട്ടെ. ഞാൻ പട്ടികജാതിയിൽപ്പെട്ട എൻ്റെ മാതാപിതാക്കൾ പട്ടികജാതി, അതുകൊണ്ട് പട്ടികജാതി സംവരണം എനിക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കോസുകാർ പോകുന്നത്. അവിടെ പട്ടികജാതി സംവരണം കൊടുത്തത് ഹിന്ദുക്കളുടെ ഇടയിലെ പട്ടികജാതികളായിരിക്കുന്ന ആളുകളെ മറ്റുള്ളവരോട് സമരാക്കാൻ, ഒരു കാലത്ത് ഇവർ അടിച്ചമർത്തപ്പെട്ടവർ, ഇവരെ അവരോട് സമരാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നത്? സംവരണമെന്ന്. എന്നാൽ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. തുല്യതല്ല, അല്ലെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യും? ഒരിക്കലും ഈ സ്ഥാനത്തേക്ക് ഇവർ വരത്തില്ല. ഇവരെ മനഃപൂർവ്വമായിട്ട് തന്നെ എന്ത് ചെയ്യും? ഒഴിവാക്കി. സംവരണം എന്ന് പറയുന്ന അംബേദ്കർ കൊണ്ടുവന്ന സിസ്റ്റം ഉണ്ടതുകൊണ്ടാണ് ഇന്ന് പല ഓഫീസുകളിലും സർക്കാർ ഓഫീസുകളിലും ഒക്കെ പട്ടികജാതിയിൽപ്പെട്ട ആളുകൾ ജോലി ചെയ്യുന്നത്. അവരങ്ങനെ ജോലി ചെയ്യുന്നതുകൊണ്ട് അവരുടെ മക്കളൊക്കെ മറ്റുള്ളവരെ പോലെ തന്നെ കാറയിലും ബൈക്കിലും ഒക്കെ ഈ സംവരണം ഇല്ലായിരുന്നെങ്കിൽ നടക്കൂ. അപ്പോൾ ഈ സംവരണം ആർക്ക് വേണ്ടി കൊടുത്താൽ? ഹിന്ദുക്കളുടെ ഇടയിലാണ് ജാതി സ്പിരിറ്റ് ഉള്ളത്, അല്ലേ? ആണോ? അപ്പോൾ ജാതി സ്പിരിറ്റ് ഒരാചാരമായി കണ്ട സമൂഹ മതമാണേത്. ജാതി വ്യത്യാസം ഒരു ആചാരമായി കാണുന്ന മതമായത് ഹിന്ദു മതം. മനസ്സിലാകുന്നുണ്ടോ? ചാതുർവർണ്ണയത്തെ ആചാരമായിട്ടാണ് കാണുന്നത്. സനാതന ധർമ്മം എന്ന് പറയും. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? നീ മുടിവെട്ടുകാരനാണ്, നിൻ്റെ മക്കളെല്ലാവരും എന്ത് ചെയ്യണം? അതാണ് നിനക്കുള്ള ധർമ്മം. നീ ഇരുമ്പ് പണിക്കാരനാണെങ്കിൽ, നീ തടിപ്പണിക്കാരനാണെങ്കിൽ അതാണ്. നീ പാടത്ത് പണിയെടുക്കുന്നവനാണെങ്കിൽ അതാണ് നിൻ്റെ ധർമ്മം. പിടി കിട്ടുന്നുണ്ടോ? അപ്പം അതിനകത്ത് ഒരു കൂട്ടം ആളുകളെ ബോധപൂർവമായി ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അവർ ഇല്ലാതായി പോകുന്ന, എന്നും ഒരു ഉദ്ധാരണം പ്രാപിക്കാൻ കഴിയാതെ കിടക്കുന്ന ഒരു സ്ഥിതി അവർക്കുണ്ടാകും. അത് മാറ്റാൻ വേണ്ടിയാണ് എന്ത് കൊണ്ടുവന്നത്? ക്രൈസ്തവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? ക്രൈസ്തവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാര്യം എന്നാ? ക്രൈസ്തവ സഭയ്ക്കകത്ത് ജാതി സ്പിരിറ്റ് ഇല്ല. ക്രൈസ്തവ സഭയ്ക്കകത്ത് സനാതനധർമ്മമില്ല. ക്രൈസ്തവ സഭയ്ക്കകത്തുള്ളത് എന്താണ്? ഞാനിത് ക്രൈസ്തവ സഭയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. പെന്തക്കോസുകാരെ കുറിച്ച്, കത്തോലിക്കരെ കുറിച്ച്, മാർത്തോമാക്കാരെ കുറിച്ചല്ല പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്. ഞാനീ പറയുന്ന ആരെക്കുറിച്ചാണെന്നറിയാമോ? ക്രൈസ്തവ സഭയെക്കുറിച്ചാണ് പറയുന്നത്. ക്രൈസ്തവ സഭയ്ക്കകത്ത് സകലരും എങ്ങനെയാണ്? തുല്യരാണ്, അല്ലേ? തുല്യരാണ്. ആർക്ക് തുല്യർ? സുവിശേഷം എന്താ? കർത്താവിനോട് തുല്യൻ, കർത്താവിനുള്ള കൂട്ടവകാശം. അതാണ് ക്രിസ്തു സഭ, അല്ലേ? പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്നവർ ഇപ്പം എന്ത് ചെയ്യുകയാണെന്ന് അറിയാമോ? സംവരണം ഞങ്ങൾക്കും അല്ല, ഇവർ വേണമെന്ന് പറയുന്നതിനകത്ത് തെറ്റില്ല. ഇവിടെ എന്തുകൊണ്ട്? ഇവിടെ ജാതി സ്പിരിറ്റ് ഉള്ളതുകൊണ്ട് ഇവരിത് വേണമെന്ന് പറയുന്നത്. അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവരെന്തല്ല, ഈ സംവരണം വേണമെന്ന് പറഞ്ഞ് പോകുന്നവരും ഈ വ്യത്യാസങ്ങൾ കാണിക്കുന്നവരും കർത്താവുമായി പുലബന്ധം പോലുമില്ല. അവർ സുവിശേഷം നാളിതുവരെ പ്രസംഗിച്ചത് പൈസയ്ക്ക് വേണ്ടിയാണ്. അവരുടെ പ്രഭാഷകർ മുക്കിനും മൂലയ്ക്ക് നിന്ന് പ്രസംഗിച്ചത് ആരുടെയെങ്കിലുമൊക്കെ കാശ് കിട്ടാൻ വേണ്ടിയാണ്. അവരിൽ ആരെങ്കിലും യേശുക്രിസ്തുവിൻ്റെ മാർഗത്തിൽ ഇന്നും യേശുവിന് നന്ദി സ്തോത്രവും പറയുന്നുണ്ടെങ്കിൽ നല്ല ശാപ്പാട് കർത്താവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ മക്കൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, രോഗം മാറാൻ വേണ്ടിയിട്ടാണ് അവർ കർത്താവിന് സ്തോത്രം പറയുന്നത്. അല്ലാതെ സുവിശേഷം മനസ്സിലാക്കിയിട്ടൊന്നുമല്ല കർത്താവിന് സ്തോത്രം പറയുന്നത്. കർത്താവിൻ്റെ വചനത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തോ ഓർത്താ സ്തോത്രം ചെയ്യേണ്ടിയേ? മറന്നുപോകും വചനമൊക്കെ. നിങ്ങൾ സ്തോത്രം ചെയ്യേണ്ടി എന്തോ പറഞ്ഞിട്ടാ? ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നത് ഓർത്ത് സന്തോഷം. ഇത് കേൾക്കുന്ന സ്തോത്രമൊക്കെ എന്തിനു വേണ്ടിയാ? രോഗം മാറിയതിന്, ബന്ധനം മാറിയതിന്, കടം മാറിയതിന്, ജോലി കിട്ടിയതിന്, അതിനൊക്കെ അവർ വന്നത്. അവരെങ്ങനെ? അവർ സുവിശേഷം കേട്ടിട്ടില്ല. അവർ സുവിശേഷം എന്ന് കേട്ട് തെറ്റിദ്ധരിച്ചത് കടബാധ്യതയാണോ, രോഗമാണോ, ഞെരുക്കമാണോ, ക്രിസ്തുവിൽ വിടുതല, കടന്നു വരൂ എന്നതാണ് അവർ കേട്ടത്. അങ്ങനെ അവർ പോയി, ഈ പറയുന്ന കാര്യം കിട്ടി. അപ്പോൾ അവർ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? സ്തോത്രം പറയുന്നു. പക്ഷെ അവരൊരിക്കലും സുവിശേഷം അറിഞ്ഞിട്ടില്ല. സുവിശേഷം അറിഞ്ഞിരുന്നെങ്കിൽ അവരൊരു കാര്യം തിരിച്ചറിയുമായിരുന്നു, ഞങ്ങൾക്ക് ക്രിസ്തുവിൽ കൂട്ടവകാശമുണ്ട്, ഞങ്ങൾ ക്രിസ്തുവിൽ ഏക ശരീരസ്ഥര,
ഞങ്ങൾ ഒന്നാണ്, ഞങ്ങൾക്കിടയിൽ ഉച്ചനീചത്വം ഉണ്ടാവില്ല എന്നവർ തിരിച്ചറിഞ്ഞേനെ. അതവർ തിരിച്ചറിയാത്തതുകൊണ്ട് പെന്തക്കോസുകാരുടെ ഇടയിൽ എന്തുണ്ട്? ഉച്ചനീചത്വമുണ്ട്. കത്തോലിക്കരുടെ ഇടയിലുണ്ട്, മാർത്തോമാക്കാരുടെ ഇടയിലുണ്ട്, ഓർത്തഡോക്സ് ഇന്ന് കേരളത്തിൽ കാണുന്ന രജിസ്റ്റേർഡ് സഭകളിലെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ആ സഭകളിലേക്ക് കൺവെർട്ട് ചെയ്ത് വന്നവർ പിൽക്കാലത്ത് ഇപ്പോൾ അവരും അവകാശപ്പെടുക, ഞങ്ങൾക്ക് എന്തോ വേണം? സംവരണം വേണം. രണ്ടു കൂട്ടർക്കും എന്തില്ല? സമാധാനമില്ല. ഈ കൂട്ടർക്ക് ആകെ തന്നെ സുബോധവും ഇല്ല. അപ്പോൾ സുബോധം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറഞ്ഞുകൊണ്ടിരുമ്പം പറയാണ്, തിമോത്തിയോസെ, നിന്റെ വല്യമ്മയിലും നിന്റെ അമ്മയിലും കണ്ടിരുന്നൊരു വിശ്വാസമുണ്ടല്ലോ, അത് നിന്നിലും ഉണ്ടെന്ന് ഞാൻ അങ്ങ് ഉറക്കുക. ആ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും. അപ്പം ശക്തിയും സ്നേഹവും സുബോധവും നിന്നിൽ വെളിപ്പെടും. നിന്റെ അമ്മയിലും വല്യമ്മയിലും ഉണ്ടായിരുന്ന വിശ്വാസം നിന്നിൽ ഉണ്ടെങ്കിൽ, അപ്പം നിന്നിൽ ശക്തിയുമില്ല, സുബോധവുമില്ല, സ്നേഹവുമില്ല. നിങ്ങളുടെ ഇടയിൽ ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നു, നിങ്ങളുടെ ഇടയിൽ ഭീരുത്വം നിലനിൽക്കുന്നു, നിങ്ങളുടെ ഇടയിൽ വിടുതലിന് വേണ്ടി ഓടുന്നു. ഭയമാണ് നിങ്ങളുടെ പ്രശ്നം, ജീവിതത്തിലെ പ്രതിസന്ധികളാണ് നിങ്ങളുടെ വിഷയം. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പന്നികളുടെ തീറ്റിയായ വാളവിര തിന്നെങ്കിലും വയറ് നിറയ്ക്കാൻ പാടുപെടുന്ന ആ മനുഷ്യനെ പോലെ ആയിപ്പോയതാണ് നിങ്ങളുടെ ജീവിതസ്ഥിതിയുടെ ഇന്നത്തെ സ്ഥിതി എന്ന് പറയേണ്ടി വരും. മനസ്സിലായോ? അവൻ നേരത്തെ എവിടെയായിരുന്നു? അപ്പൻ്റെ സന്തോഷത്തിലായിരുന്നു. അവൻ എന്താ ചെയ്തത്? ഓരോരോരും ചോദിച്ചു മേടിക്കാൻ തുടങ്ങി. അപ്പൻ കൊടുക്കുന്നത് വാങ്ങുകയല്ല, ചോദിച്ചു വാങ്ങി. കൊടുക്കുന്നത് വാങ്ങുന്നതും ചോദിച്ചു വാങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായോ? നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അവകാശങ്ങൾ ചോദിച്ചു മേടിക്കുന്ന ഒരു സമയമുണ്ടായാൽ, എന്നാണോ എൻ്റെ മകൻ എനിക്കുള്ളതാ, എനിക്ക് തന്നേ, എൻ്റെ അവകാശം എനിക്ക് തന്നേ, എൻ്റെ വിഹിതം എനിക്ക് തന്നേ എന്ന് പറഞ്ഞു തുടങ്ങുന്നു, അന്ന് അപ്പൻ്റെ ഹൃദയത്തിൽ വാള് വീഴും. വീഴുമോ ഇല്ലയോ? വീഴുമോ? മക്കൾ അവകാശം പറഞ്ഞു തുടങ്ങിയാൽ ഏതപ്പൻ്റെ അമ്മയുടെ ഹൃദയത്തിൽ എന്തുണ്ടാവും? മുറിവ് വീഴും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. കാരണം നമ്മൾ നമ്മുടെ മക്കൾക്ക് അവർ അവകാശം ചോദിച്ചിട്ടല്ല കൊടുക്കുന്നത്, അവർ ചോദിക്കാതാണ് അവർക്ക് നമ്മൾ ഇന്നുവരെയും ഓരോന്നും കൊടുത്തിട്ടുള്ളത്. നമ്മൾ ജീവിച്ചത് തന്നെ നമ്മൾ പലതും ഞെരുങ്ങിയും നമ്മൾ പല സന്തോഷങ്ങളും വേണ്ടെന്ന് വെച്ച് നമുക്കും വേണമെങ്കിൽ നമുക്ക് അധ്വാനിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ പരമാവധി ആസ്വദിച്ചതിന് ശേഷം സന്തോഷിച്ചതിന് ശേഷം ബാക്കി കിട്ടുന്നത് കൊണ്ട് ഉണ്ടെങ്കിൽ പിള്ളേർക്ക് കൊടുത്താൽ പോരായിരുന്നോ? പക്ഷെ അങ്ങനെയാണോ നമ്മൾ ചെയ്തത്? നമ്മൾ അങ്ങനെയല്ല ചെയ്തത്. നമ്മൾ അവരുടെ സന്തോഷങ്ങൾ പൂർത്തീകരിച്ചിട്ട് പിന്നെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സന്തോഷം പൂർത്തീകരിക്കാൻ നോക്കിയിട്ടാണോ ഇല്ലയോ? ആ മക്കൾ കുറേ കഴിയുമ്പം ചോദിച്ചു മേടിയിട്ട് തുടങ്ങിയാലോ വേദനയുണ്ടാവും. പക്ഷെ ചോദിച്ച് മേടിക്കുന്നില്ല. 10 മക്കളുണ്ട്, അതിൽ 9 പേരും ചോദിച്ചു മേടിച്ചുകൊണ്ടിരിക്കുക. ഒരു മോൻ ചോദിച്ചു മേടിക്കുന്നില്ല. അവനൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ, എൻ്റെ അപ്പനും അമ്മയ്ക്കും അറിയാം എനിക്ക് വേണ്ടത് എന്താണെന്ന്. എൻ്റെ അപ്പനും അമ്മയും സന്തോഷത്തോടെ തരുന്നത് മതി, അവരെനിക്കൊരിക്കലും ദോഷം ചെയ്യത്തില്ല, അവർ തരുന്നത് മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പരിഭവമില്ലാതെ, അപ്പ ഞാൻ ഇന്ന് എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, അപ്പ ഇന്ന് ഞാൻ എന്ത് പണിയാണ് ചെയ്യേണ്ടത് എന്ന് ഇങ്ങോട്ട് ചോദിച്ചിട്ട് അപ്പൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മകനും, ബാക്കി 9 പേര് അപ്പൻ്റെ ഇഷ്ടം എന്താണെന്ന് ചോദിക്കുന്നതിന് പകരം, അപ്പൻ്റെ നീതി എന്താണെന്ന് അന്വേഷിക്കുന്നതിന് പകരം, അപ്പൻ്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിക്കുന്നതിന് പകരം അവരുടെ ആവശ്യങ്ങൾ നിരന്തരം ചോദിക്കുക, ചോദിച്ച് കിട്ടുന്നതുകൊണ്ട് അങ്ങോട്ട് മാറി ലോകത്തോടൊത്ത് സന്തോഷിക്കുക. അങ്ങനെയാണ് ബാക്കി 9 പേരും നിലനിൽക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ പറ, ഈ 10 മക്കളുടെ അവസാന സ്ഥിതി എന്തായിരിക്കുമെന്ന്. 10 മക്കളിലും ഏറ്റവും അവസാനവും സമാധാനത്തോടെയും പ്രത്യാശയോടെയും ധൈര്യത്തോടെയും കഴിയുന്ന ഒരൊറ്റ മോനെ കാണത്തുള്ളൂ. അപ്പനോട് കൂടെ നിൽക്കുന്നവനും അപ്പൻ അറിഞ്ഞു തരുന്നത് മാത്രം മതി എന്ന് പറഞ്ഞ് നിൽക്കുന്നവനും മാത്രമേ ഭീരുത്വമില്ലാതെ നിൽക്കാൻ പറ്റുള്ളൂ. ബാക്കി 9 പേരും കിട്ടുന്നത് കൊണ്ടുപോയി അവർ ഇഷ്ടത്തിന് വിനിയോഗിച്ചിട്ട് അവസാനം വാളവര തിന്നിട്ട് വയറ് നിറയ്ക്കാൻ പാടുപെടുന്നവനെ പോലും ഇവന് വാളവര തിന്നേണ്ട ഗതി വന്നില്ല. ആർക്ക്? വീട്ടിലുള്ള അപ്പൻ്റെ ഇഷ്ടമനുസരിച്ച് ജോലി ചെയ്ത മകനെ പിടികിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പറ ഏത് സ്ഥിതിയിലേക്ക് പോകണം? അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ അമ്മ, വല്യമ്മ ഇവരിലൊക്കെ കണ്ടൊരു വിശ്വാസമുണ്ടല്ലോ തിമോത്തിയോസേ, അത് നിന്നിലുമുണ്ടെന്ന് ഞാൻ ഉറയ്ക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, നിനക്ക് ലഭിച്ച ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. വിഷയങ്ങൾ വരുമ്പോൾ നീ തളരണ്ട, നീ ധൈര്യമായി നിൽക്ക്. കാര്യം നിന്നിലുള്ള ആത്മാവ് എന്തിനുള്ള ആത്മാവാ? ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവ് നിന്റെ പക്ഷത്തുണ്ട്. പിന്നെ നീ എന്തിന് ഭാരപ്പെടണം എന്ന് പറഞ്ഞ് തിമോത്തിയോസിനെ ധൈര്യപ്പെടുത്തുകയാണ്. അവിടെ ഈ സുബോധം എന്ന പദം ഉപയോഗിക്കുക. ഇത് തന്നെയാണ് തെസലോനിക്ക ലേഖനത്തിൽ നമ്മളോടും പറഞ്ഞത്. നിങ്ങൾ സ്നേഹവും വിശ്വാസവും എന്ന കവചം ധരിച്ചുകൊണ്ട് സുബോധമുള്ളവരായിരിക്കണം.
എന്ന് പറയുന്നത്. സുബോധത്തിൻ്റെ വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ സുബോധം നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാകുന്നതെന്ന് അറിയാമോ? നീ ഒന്നുകൂടെ പറയാം, കൺക്ലൂഡ് ചെയ്യട്ടെ, അവസാനിപ്പിക്കാൻ ഞാൻ. സുബോധം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ സുബോധം എന്നിലുണ്ട്, അത് ഇല്ലേ, ഞാൻ എങ്ങനെ തിരിച്ചറിയും? സുബോധം എന്നിൽ ഇല്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നത് എൻ്റെ ഹൃദയം ആശങ്കപ്പെടുമ്പോഴാണ്, എൻ്റെ ഹൃദയത്തിനകത്ത് ഭയം വരുമ്പോഴാണ്, നിരാശ വരുമ്പോഴാണ് ഞാൻ എന്ത് തിരിച്ചറിയേണ്ടത്? എൻ്റെ എൻ്റെ അടുക്കൽ ഉണ്ടെന്നുള്ള ഉറപ്പ് എനിക്ക് നഷ്ടപ്പെട്ടത് കാരണം മാത്രമാണ് ഞാനിപ്പോൾ ടെൻഷൻ അടിക്കേണ്ടി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് ടെൻഷൻ വേണോ? ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ വ്യക്തിപരമായ എൻ്റെ മാനസിക നില പറയട്ടെ. എൻ്റെ അപ്പൻ, ഞാൻ ഏതാണ്ട് ഒരു 10-20 വയസ്സാകുമ്പോൾ പോലെ ഞാൻ പണിയെടുത്ത് തന്നെ ജീവിച്ചിട്ടുള്ളൂ. 10-18 കോളേജ് പഠിക്കുന്ന സമയം പോലും അത്യാവശ്യമൊക്കെ പണിയെടുത്തിട്ട് എൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അവസാനം അപ്പനും അമ്മയ്ക്കും ഒക്കെ പ്രായമായി, അവർ വീട്ടിൽ ഇരുന്ന് അവരുടെ കാര്യമൊക്കെ നമ്മളാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അമ്മയുടെ കാര്യമൊക്കെ നോക്കുന്നതാണ്. വർഷങ്ങളോളം അങ്ങനെ കഴിഞ്ഞു. ഞാൻ തന്നെ എല്ലാ കാര്യവും നോക്കുന്നത്. അപ്പനൊന്നും അറിയുന്നില്ല, കടത്തിൻ്റെ കാര്യമോ ടെൻഷൻ്റെ കാര്യമോ. ഇവിടെ അപ്പനും അമ്മയൊന്നും ഞാൻ ഉണ്ടാക്കി വെച്ച കടങ്ങളെപ്പറ്റി ഒന്നും അവരറിയുന്നില്ല, അവരെ അറിയിക്കാനും പോകുന്നില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ചൊരു ഫീലിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൻ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തോ ഒരു അധൈര്യം പോലും. ശരിയാണ്, അപ്പനെ കൊണ്ട് പ്രത്യേകിച്ച് അപ്പനൊന്നും ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ പോലും അപ്പൻ നമ്മളിൽ നിന്ന് എന്നേക്കുമായി വേർപെട്ട് പോകുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു മുറിവുണ്ടല്ലോ, അതൊരു ഭയത്തിൻ്റെയാണ്, ഒരു അസ്വസ്ഥതയുടെയാണ്. ശരിയാണോ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ പപ്പ മരിച്ച സമയത്ത് ആ ഇടകളിൽ ആ കുറേ കാലങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഒറ്റയായിപ്പോയെന്നൊരു തോന്നൽ, ആരുമില്ലാന്നൊരു തോന്നൽ. പിടികിട്ടുന്നുണ്ടോ? ഇത് ലോകത്ത് അപ്പന്മാർ മരിച്ചുപോയ മക്കളോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ ആ മക്കൾ പറയും ശരിയാകുന്നു. ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട്, ഒത്തിരി പറഞ്ഞു അത് ശരിയാണ്. പപ്പ ജീവിച്ചിരിക്കുമ്പം പപ്പ അവിടെ ഉണ്ടെന്നുള്ളതും ഹൃദയത്തിനകത്തൊരു കോൺഫിഡൻസ്, ഒരു ധൈര്യമാണ്. അപ്പം മരിച്ചപ്പോഴാണ് അതുവരെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന ആ വലിയ ധൈര്യത്തെക്കുറിച്ചുള്ള ബോധ്യം വന്ന് അത് നഷ്ടപ്പെട്ടതുപോലെ, ആരുമില്ലാന്നൊരു തോന്നൽ. പിടികിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? നാളെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളെ മക്കൾക്ക് ഇപ്പം മക്കൾക്ക് മനസ്സിലാകില്ല. അപ്പം ഈ അപ്പൻ കൂടില്ലെന്നുള്ള ബോധം, അപ്പൻ നഷ്ടപ്പെട്ടു എന്നുള്ള അറിവ് ഉണ്ട്. അപ്പോഴാണ് ഇവന് സുബോധം വരുന്നത്. എൻ്റെ അപ്പൻ എൻ്റെ അടുക്കൽ പോയി എന്നുള്ളൊരു അറിവ് വന്നപ്പോഴാണ് മറ്റേ മുടിയനായ പുത്രൻ എന്തുണ്ടായത്, സുബോധം വന്നത്. സുബോധം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ നമ്മളോട് ആവശ്യപ്പെടുന്ന മകനെ, ഈ ആത്മാവിനൊരു പ്രത്യേകതയുണ്ട്. ഇതെന്തിൻ്റെ ആത്മാവാണെന്നറിയാമോ? സുബോധത്തിൻ്റെ ആത്മാവാണ്. ഇത് ഭീരുത്വത്തിൻ്റെ അല്ല, ഇത് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ്. അപ്പം നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ കർത്താവിലാണ് ഇരിക്കുന്നതെങ്കിൽ, ആ ഒരു ഉറപ്പ് നമ്മളിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിൽ ഞാൻ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നെങ്കിൽ, ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നതിൻ്റെ കാരണം ഈ സുബോധം നമ്മളിൽ കയറുന്നുണ്ടാണ്. നമുക്ക് ഒരു വാക്കൂടെ വായിക്കാം. ലൂക്കോസിൻ്റെ നമ്മൾ നേരത്തെ ചിന്തിച്ച ലൂക്കോസിൻ്റെ സുവിശേഷം 15-17 വാക്യം നമ്മൾ ചിന്തിച്ച. അപ്പോൾ ഇവിടെ നമുക്ക് തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് മടങ്ങി വരാം. നമുക്ക് ഈ ഭാഗം കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം. സ്നേഹമെന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സുബോധമായിരിക്കുക. ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സുബോധമായിരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ അടുക്കലായിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതാണ് വാസ്തവത്തിൽ സുബോധമായിരിക്കുക. അല്ലെങ്കിൽ ആ അപ്പൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് അന്യമായിരിക്കുന്നു, അല്ലെങ്കിൽ അപ്പൻ്റെ അടുക്കലായിരിക്കുന്ന ആ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ളൊരു ബോധം ഉള്ളിൽ കയറുന്നതിനാണ് സുബോധമായിരിക്കുക. അങ്ങനെ സുബോധവും ഉറപ്പും ധൈര്യവും ഉള്ളവരായിട്ട് നിങ്ങൾ ഇരിക്കണം. കാരണം നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല, നിങ്ങൾ ആരാണ്? പകലിനുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണം, ധൈര്യം ഉറപ്പുള്ളവരായിട്ടിരിക്കണം. എന്നിട്ട് അടുത്ത വാക്ക് നമ്മളോട് പറയുന്നത് ദൈവം. അടുത്ത വാക്കൊന്ന് ശ്രദ്ധിച്ചേ, 10-ാമത്തെ. നമുക്ക് ആ 10-ഉം 15-ഉം കൂടെ പറഞ്ഞ് നമുക്ക് ആ ഒരു പാരഗ്രാഫ് അവസാനിപ്പിക്കാം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്ര നിയമിച്ചിരിക്കുന്നു. ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും പകരുക. എന്തെന്നറിയാമോ? ദൈവം നമ്മെ കോപത്തിനല്ല നിയമിച്ചത്, ദൈവം നമ്മളെ ഇല്ലാതാക്കാനല്ല നിയമിച്ചത്. ദൈവം നമ്മളെ നിയമിച്ചിരിക്കുന്നത് നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും തന്നോടുകൂടെ ഇവിടെ ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും എന്നുള്ള പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? മേളിൽ നമ്മളിപ്പോൾ ഇടയ്ക്ക് വായിച്ചു വന്നത് നിങ്ങൾ ഉറങ്ങുന്നവരെ പോലെ ആകരുതെന്ന് അല്ലേ? ശേഷമുള്ളവരെ പോലെ നിങ്ങൾ ഉറങ്ങുന്നവരാകാതെ ഉണർന്നിരിക്കാനാണ് പറഞ്ഞത്. പക്ഷെ 10-ാം വാക്യത്തിൽ വരുമ്പം പറയുകയാണ് നമ്മൾ ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ ഭാഷയെ? ശേഷമുള്ളവരെ പോലെ ആയാലും കുഴപ്പമില്ലെന്നാണോ? അങ്ങനല്ല. ഇവിടെ പറയുന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് തൊട്ടു മേളിൽ കിടക്കുന്ന വാക്കിൻ്റെ അർത്ഥത്തിലല്ല, ഈ മുഴുവൻ വേദഭാഗത്തിൻ്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കാനുള്ള കാരണം എന്നാ? നമ്മുടെ ഈ കർത്താവിൻ്റെ വരവ് സംബന്ധിച്ചുള്ള കാര്യം പഠിപ്പിക്കാനും ഉറപ്പിക്കാനുമുള്ള കാരണം എന്താ?
നിങ്ങളെ നിയമിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനോട് കൂടെ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് നിയമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യം പറയുന്നത്. അത് പറയാനുള്ള കാരണം 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്ക് മുതൽ ആ കാരണം കാണുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ. അപ്പം മറ്റുള്ളവരെ പോലെ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച്, നിദ്ര കൊള്ളുക എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. അപ്പം നിദ്ര കൊള്ളുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ച് ഒരു കൂട്ടം ആളുകൾക്ക് എന്തില്ല? പ്രത്യാശയില്ല. എന്നാൽ നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങൾ നിദ്ര കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും, അല്ല, നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും നിദ്ര കൊണ്ടാൽ നിങ്ങൾ അവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ ആകരുത്. കർത്താവിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ ആദ്യം ഉണരുന്നത് ആരായിരിക്കും? ഇവിടെ പറയുന്ന ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് മരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇടുന്നുണ്ടോ? നിങ്ങൾ മരിച്ചാലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ജീവിച്ചിരിക്കുന്നവരും ടെൻഷൻ അടിക്കണ്ട. മരണം വന്നു കയറിയാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാര്യം, നിങ്ങൾ മരിച്ചാലും ജീവിച്ചിരുന്നാലും കർത്താവിൻ്റെ കൂടെ, കർത്താവ് മൂലം രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ നിയമിച്ചിരിക്കുന്നത്. ഇവിടെ കിട്ടുന്നുണ്ടോ? അപ്പം നമുക്ക് മരണഭീതി ഉള്ളിൽ നിന്ന് മാറണം. ഭീരുത്വത്തിൻ്റെ ആത്മ. ഞാൻ മരിച്ചാലും ടെൻഷനില്ല. ഞാൻ കർത്താവിൻ്റെ കാഹളം മുഴങ്ങും, എന്ത് ചെയ്യും? എഴുന്നേറ്റ് വരും. കാരണം അവൻ എന്നെ നിയമിച്ചിരിക്കുന്നത് അവൻ മൂലം രക്ഷ പ്രാപിക്കാൻ. ഒന്നുകൂടി വായിക്കാൻ വാക്യം. ദൈവം നമ്മെ കോപത്തിലല്ല, അവൻ എന്നെ നശിപ്പിക്കാൻ വേണ്ടിയല്ല. പിന്നെന്തിനാണ്? ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും അവനോടുകൂടെ ജീവിക്കേണ്ടതിനായിട്ടാണ് നമ്മളെ അവൻ നിയമിച്ചിരിക്കുന്നത്. ഒരുപാട് വാക്യങ്ങൾ ഈ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നാം മരണഭീതി മാറ്റപ്പെട്ടവരായിരിക്കണം. ഞാൻ ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും, നിദ്ര കൊണ്ടാലും നിദ്ര കൊണ്ടില്ലെങ്കിലും, നിദ്ര കൊണ്ടവരെ ഓർത്ത് മറ്റുള്ളവർ നിലവിളിക്കുന്നത് പോലെ നിലവിളിക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എന്താണ്, ആരാണ്, എങ്ങോട്ടാണ് പോകുന്നത്, എൻ്റെ പിതാവിൻ്റെ അടുക്കൽ എനിക്കുള്ള പദവി എന്താണ്, എൻ്റെ പിതാവിൻ്റെ അടുക്കൽ എനിക്ക് ലഭിക്കുന്ന ആശ്വാസം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നല്ല സുബോധം എൻ്റെ ഹൃദയത്തിലുണ്ട്. ആ സുബോധം നഷ്ടപ്പെടുത്തി കളയാൻ ഇടയാക്കുന്ന പ്രപഞ്ചമോഹങ്ങളെ ഞാൻ വർജിക്കുന്നുണ്ട്. ആ സുബോധം എന്നിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാ അവിശ്വാസങ്ങളും ഞാൻ എന്നിൽ നിന്ന് വർജിച്ച് കളയുന്നുണ്ട്. അതാണ് തീത്തോസിൻ്റെ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. ഈ ലോകത്ത് ഭക്തികേട് ഈ സുബോധം നമ്മൾ നഷ്ടപ്പെടുത്തും. പ്രപഞ്ചമോഹം ഈ സുബോധം നമ്മൾ നഷ്ടപ്പെടുത്തും. ഈ സുബോധത്തോടു കൂടി നമുക്ക് പോകാം. ഈ സുബോധം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്കൊരു കാര്യം ഉറപ്പിക്കാം: ഞാൻ മരിച്ചാലും മരിച്ചില്ലെങ്കിലും ഞാൻ അവനോട് കൂടെ കഴിയും. അതിനു വേണ്ടിയാണ് 10-ാം ദൈവം നമ്മെ ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനാണ് നമ്മളെ നിയമിച്ചിരിക്കുന്നത്. അടുത്ത വാക്യം. ആകയാൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും ആത്മീക വർധനവ് വരുത്തിയും പോരുവിൻ. അന്യോന്യം പ്രബോധിപ്പിച്ചും ആത്മീക വർധനവ് വരുത്തി. നമുക്ക് ആ ഭാഗത്തെക്കുറിച്ച് പഠിക്കണം. ആ അന്യോന്യം പ്രബോധിപ്പിക്കുക, ആത്മീക വർധനവ് വരുത്തിയും പോരുക. എന്താ അന്യോന്യം പ്രബോധിപ്പിക്കുക, ആത്മീക വർധനവ് വരുത്തിയും പോരുക? ഞാനൊരു ക്ലൂ ഇട്ട് തരാം, നിങ്ങളിരുന്ന് ധ്യാനിക്കുക. അന്യോന്യം പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്നാണ്? അന്യോന്യം പ്രബോധിപ്പിക്കുക. ഞാൻ സഹോദരനെ പ്രബോധിപ്പിക്കണം. സഹോദരൻ ആരെ പ്രബോധിപ്പിക്കണം? എന്നെ പ്രബോധിപ്പിക്കണം. വേണ്ടേ? അന്യോന്യം പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? അതോ പാസ്റ്റർ മാത്രം പ്രബോധിപ്പിക്കുക, മറ്റുള്ളവരെല്ലാം പ്രബോധനം ഏറ്റെടുത്തുകൊണ്ട് പോകാമെന്നാണോ? അല്ല, അന്യോന്യം പ്രബോധിപ്പിക്കുക. പിന്നെ ആത്മീക വർധനവ് എന്തോ വാക്ക്? അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധനവ് വരുത്തിയും. തമ്മിൽ ആത്മീക വർധനവ് വരുത്തുന്നത്. തമ്മിൽ ആത്മീക വർധന വരുത്തുന്നത് സ്വയം ആത്മീക വർധന വരുത്താനാണോ പറഞ്ഞത്? തന്നെത്താനിരുന്ന് ആത്മീക വർധന വരുത്താനാണോ പറഞ്ഞത്? അല്ല, പിന്നെന്താ പറഞ്ഞേ? തമ്മിൽ ആത്മീയ വർധന വരുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസ്, തമ്മിൽ ആത്മീയ വർധന വരുത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രിൻസ് എനിക്ക് ആത്മീയ വർധന വരുത്തണമെന്ന് അല്ലേ? ഞാൻ പ്രിൻസിന് ആത്മീയ വർധന വരുത്തണോ? അങ്ങനെയല്ലേ പറഞ്ഞല്ലോ? തമ്മിൽ ആത്മീയ വർധന വരുത്താൻ ഞാൻ നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തണോ? നിങ്ങൾ എനിക്ക് ആത്മീയ വർധന വരുത്തണം. ഇന്ന് വരെ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ എനിക്ക് ആത്മീയ വർധന വരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്? എനിക്ക് ആത്മീയ വർധന വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് പഠിക്കണം. മനസ്സിലായേ? പാസ്റ്റർ എടുക്ക പോയാൽ പാസ്റ്റർ ഞങ്ങൾക്ക് ആത്മീയ വർധന വരുത്തണം. അതാണ് ഇന്നത്തെ പെന്തക്കോസ്ത് സ്ഥിതി. പാസ്റ്റർമാരാർക്ക് ആത്മീയ വർധന വരുത്തണം? വിശ്വാസികൾക്ക് ആത്മീയ വർധന വരുത്തണം. വിശ്വാസികൾ പാസ്റ്റർക്ക് ആത്മീയ വർധന വരുത്തണോ? വേണോ? ഓ, പാസ്റ്റർ ആത്മീയ വർധനയുടെ അതോറിറ്റി അല്ലേ? നമ്മൾ പാസ്റ്ററെയാണോ ആത്മീയ വർധന? പാസ്റ്ററെയാണോ ഉപദേശിക്കുന്നത്? അപ്പോൾ ഈ ആത്മീയ വർധനം എന്ന് പറയുന്ന സംഗതി എന്താണെന്നുള്ളതിനെക്കുറിച്ച് അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാം. എന്താ ആത്മീയ വർധന വരുത്തുക എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ ആത്മീയ വർധനം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച സഭയ്ക്കകത്ത് നടത്തുന്ന പ്രസംഗമാണെന്നൊരു ധാരണയുണ്ടെങ്കിൽ അതുമല്ല കേട്ടോ, അതുക്കും മേലെയാണ്. ഞായറാഴ്ച നടക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥന കൂട്ടങ്ങളിൽ നടക്കുന്ന വചനപ്രസംഗം കൊണ്ട് ആത്മീയ വർധന ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് മാത്രമല്ല,
അങ്ങനെ വന്നാൽ അത് മാത്രമാണെങ്കിൽ നിങ്ങളും എല്ലാം എഴുന്നേറ്റ് നിന്ന് എന്ത് ചെയ്യേണ്ടി വരും? വചനം പ്രസംഗിക്കേണ്ടി വരും. എല്ലാവർക്കും വചനം പ്രസംഗിക്കാൻ പുസ്തകത്തിൽ അവസരമില്ല. വിശേഷിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാരെ ഉപദേശിക്കാൻ. അപ്പോൾ എങ്ങനെ ചെയ്യും? അപ്പോൾ സ്ത്രീകളെങ്ങനെയാണ് നമുക്ക് ആത്മീയവർദ്ധന വരുന്നത്? ഞങ്ങൾക്ക് ഇവിടെ പ്രസംഗിക്കാൻ അനുവാദമില്ലല്ലോ ഭാഷ, പിന്നെ എങ്ങനെ ഞങ്ങൾ നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുന്നത്? നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ കഴിഞ്ഞില്ലേ? അപ്പോൾ ആത്മീയ വർധന വരുത്തുക എന്ന് പറഞ്ഞാൽ ചർച്ചിനകത്ത് അല്ലെങ്കിൽ കൂടി വരുന്ന കൂട്ടായ്മയ്ക്കകത്ത് പ്രസംഗിക്കുക എന്ന് പറയുന്നതല്ല എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി പൊയ്ക്കോ. അപ്പോൾ പിന്നെ എന്താണ് ആത്മീയ വർധനവ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊരു ധ്യാനം നടത്തണം. ആത്മീയ വർധനവ് എന്ന വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? നിങ്ങൾ തമ്മിൽ പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവീൻ. സ്ഥിതി അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തമ്മിൽ എന്തുണ്ടാകണം? ആത്മീയ വർധനവിൻ്റെയും പ്രബോധനത്തിൻ്റെയും തമ്മിൽ ഉണ്ടാകണം. എന്താണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? വേദപുസ്തകത്തിൽ അതിന് ഉദാഹരണമായി എടുത്തു പറയാൻ എന്തെങ്കിലും സംഗതികളുണ്ടോ എന്നുകൂടി പരിശോധിക്കണം. നമ്മൾ വേദപുസ്തകം വെച്ച് വേണം നമ്മുടെ ആശയങ്ങൾ സ്ഥിരീകരിക്കാൻ, അതല്ലേ? അല്ല എൻ്റെ ഉള്ളിലൊരു ആശയം ഉണ്ടായിട്ട് ആ ആശയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം, അല്ല. വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവാണ് ഈ വചനം നമുക്ക് തന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ വചനപ്രകാരം ആരെയൊക്കെ നടത്തിയിട്ടുണ്ട്, എന്തെങ്കിലും തെളിവുണ്ടോ, എന്തെങ്കിലും ഉദാഹരണം ആ കാര്യത്തിന് വേണ്ടിയിട്ടുണ്ടോ? അന്യോന്യം പ്രബോധിപ്പിച്ചും ആത്മീക വർധനവ് വരുത്തിയും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സ്ഥിതി പരസ്പരം ഉണ്ടായിട്ടുള്ള സ്ഥിതി വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഉള്ളതൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ തിരുവെഴുത്തിൻ പ്രകാരം തിരുവെഴുത്തിലൂടെയാണ്, വിശുദ്ധന്മാരിലൂടെയാണ്, മുമ്പേ നമ്മൾ നടത്തിയിട്ടുള്ള വിശുദ്ധന്മാരുടെ ജീവചരിത്രത്തിലൂടെയൊക്കെയാണ് നമ്മൾ ഈ വാക്കിൻ്റെ ആഴവും പരപ്പും കണ്ടെത്തേണ്ടത്. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.